നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, പള്ളിയൂർ ഗണപതി ഭഗവാനെ, മഹാദേവ, എല്ലാവരെയും പൊന്നു ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എൻ്റെ ഭാഗവത ഗുരുനാഥൻ ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഭാഗവതഹംസത്തെ മനസ്സുകൊണ്ട് നമസ്കരിച്ച് ഈ വിഷയം വളരെ കടുകട്ടിയായിട്ടുള്ളൊരു വിഷയമാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിയുണ്ട്, ഇതെങ്ങനെ പറയുമെന്ന് പോലും അറിയില്ല. മള്ളിയൂർ തിരുമേനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നത് അത് ഇത്തവണ ശിവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. 1 മണിക്കൂർ കൊണ്ടൊന്നും എവിടേക്കും എത്താത്ത ഒരു വിഷയം, ശ്രുതിഗീത. ശ്രുതിഗീതയുടെ കാഠിന്യം എത്രമാത്രമാണെന്ന് പറഞ്ഞ് അറിയിക്കാൻ സാധിക്കില്ല. കാരണം അത് പഠിച്ചറിയേണ്ട ഒരു അധ്യായമല്ല, അനുഭവിച്ചറിയേണ്ട അധ്യായമാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ശ്രുതിഗീതയെക്കുറിച്ചിട്ട് സാധാരണ ചർച്ച ചെയ്ത് സ്ഥിരമായിട്ട് ഞാൻ കൃഷ്ണനെ ചേച്ചിയും കണ്ടില്ല, രണ്ടുപേരെയും മനസ്സുകൊണ്ട് നമസ്കരിക്കും. ശ്രുതിഗീത എത്രയോ ആചാര്യന്മാർ അവരുടെ ഉപാസനയുടെ ഫലമായിട്ട് നമുക്ക് അതിൻ്റെ ചാറെടുത്ത് തന്നിട്ടുണ്ട്. എത്ര പറഞ്ഞു കഴിഞ്ഞാലും എത്ര അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നാലും നമുക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ശിലകളിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് വേദങ്ങളാണ്. ആ വേദങ്ങൾ തന്നെ പറയുകയാണ്, ഭഗവാനെ ഞങ്ങൾ അപര്യാപ്തരാണ്, ഞങ്ങൾക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, നിന്നെ വാഴ്ത്താൻ സാധിക്കുന്നില്ല, നിന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലളിതമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു എസൻസ്. അപ്പോൾ ഞാനിങ്ങനെ കുട്ടിക്കാലം തൊട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചു വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ശ്രുതിഗീത വളരെ രസകരമായിട്ട് നമ്മുടെ ഭാരതത്തിൽ പ്രത്യേകിച്ച് ഹിന്ദു സമ്പ്രദായങ്ങളിൽ സനാതനധർമ്മത്തിൻ്റെ ഫിലോസഫിക്കൽ പാർട്ടിൽ പ്രധാനമാണ് അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതം. നമ്മൾ ശങ്കരാചാര്യസ്വാമികളെ അദ്വൈതത്തിൻ്റെ വക്താവായിട്ട് പറയും. വാസ്തവത്തിൽ അദ്വൈതം അതിലും എത്രയോ കാലങ്ങൾക്ക് മുന്നേ ഈ ഭൂമണ്ഡലത്തിലുള്ളതാണ്. ആചാര്യസ്വാമികളിൽ കൂടെ അത് വീണ്ടും പ്രകാശിപ്പിക്കപ്പെട്ടു എന്ന് മാത്രം. വിശിഷ്ടാദ്വൈതം രാമാനുജൻ്റെയാണ്, അദ്ദേഹമാണ് അതിൻ്റെ പ്രയോക്താവ്. ദ്വൈതം മധ്വൻ്റെയാണ്. ഈ 3 എണ്ണത്തിലും ചില കാര്യങ്ങളിൽ യോജിക്കുകയും ചില കാര്യങ്ങളിൽ യോജിക്കാതെയാണ് ശ്രുതിഗീത പോകുന്നത്. അത് വളരെ വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്. അതിൽ അദ്വൈതം ആയിട്ടുള്ളൊരു ബന്ധം നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ കാലഘട്ടത്തിൽ, തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തിലും ഭക്തിയെ ചവിട്ടി ജ്ഞാനം വലുതെന്ന് പറയുന്നൊരു വിഭാഗവും, ജ്ഞാനം വളരെ ഡ്രൈ ആണ്, ഭക്തിക്കാണ് ആർദ്രത എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗമായിട്ട് 2 എക്സ്ട്രീമുകളിലാണ് നമ്മുടെ കളികളൊക്കെ. നമുക്ക് ഈ മിഡിൽ പിടിക്കുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അറിയില്ല. ഒരു സമമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മാർഗം നമുക്ക് അറിയുന്നില്ല പലപ്പോഴും. അത് ശ്രുതിഗീത നല്ല ഭംഗിയായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് നൂറ്റാണ്ടുകളായിട്ട് ആത്മാന്വേഷികളായിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിൻ്റെ മുന്നിൽ 2 ഭാഗമായിട്ടാണ് ആൾക്കാർ പിരിഞ്ഞു നിൽക്കുന്നത്. ഒരൊറ്റ ലക്ഷ്യമാണ്, പക്ഷെ നമ്മൾ 2 ഗ്രൂപ്പുകളായിട്ട് പിരിഞ്ഞു നിൽക്കണം. സത്യത്തെ അറിയുകയാണോ വേണ്ടത്, അതോ സത്യത്തെ സ്നേഹിക്കുകയാണോ വേണ്ടത്? നമ്മൾ ഭാഗവതം എന്ത് പറഞ്ഞാൽ തുടങ്ങണം? സത്യം പരം ധീമഹി എന്നാണ് പറയുന്നത് അല്ലേ? സത്യത്തെ ഉപാസിക്കാനാണ് പഠിപ്പിച്ച്. ഗർഭസ്തുതിയിൽ ബ്രഹ്മാദികളും സത്യത്തെയാണ് സ്തുതിച്ചത്. അപ്പം സത്യം എന്നാണ് ആ ഈശ്വര സ്വരൂപത്തിന് കൊടുത്തിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള പേര്. ആ സത്യത്തെ അറിയുകയാണോ വേണ്ടത് ജ്ഞാനത്തിൻ്റെ വഴി, അതോ സ്നേഹിക്കുകയാണോ വേണ്ടത് ഭക്തിയുടെ വഴി? ഇതിൻ്റെ മുന്നിൽ ഈ 2 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ വേർപിരിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ പരമമായിട്ടുള്ള സത്യം നിർഗുണാണെന്നും, അതായത് അതിന് ഗുണങ്ങളൊന്നുമില്ല, സത്വമില്ല, രജസ്സില്ല, തമസ്സില്ല. നേരത്തെ വിമൽജി പറഞ്ഞുകൂടെ, ഗുണം കെട്ട് പോട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാറുണ്ട്. സത്വം പോലും പോണം എന്നാണ് നിർഗുണോപാസനയിൽ. അതേപോലെ തന്നെ
ഈ പരമമായിട്ടുള്ള സത്യത്തിന് നമ്മൾ കാണുന്ന മാതിരി ഒരു ഇൻഡിവിജ്വലിൻ്റെ രൂപം, ഒരു കാഴ്ച, ഇതാ ഇങ്ങനെ ഇരിക്കും, കണ്ട 2 കണ്ണ് 4 കയ്യ്, അങ്ങനെയൊന്നും ഇല്ലാത്ത വിവേചനത്തിൽ കൂടെ ശരിയേത് തെറ്റേത്, ഇതുള്ളതാണോ ഇല്ലാത്തതാണോ അങ്ങനെ വിവേചിച്ചിട്ടും ഉള്ള ചിന്തകൾക്കൊക്കെ അപ്പുറം നിൽക്കണം. നിഷേധത്തിലൂടെ നേതി എന്ന് പറയും. അത് വേദാന്തം പഠിക്കണവർക്കൊക്കെ അറിയാം. ഇതല്ല 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 എന്തായാലും ഇതല്ല, അങ്ങനെ മായയെ മുഴുവൻ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് കളയുന്ന ഒരു വിദ്യയാണ് ഈ നേതി. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആധുനിക കാലത്തൊരു സൈക്കോളജിക്കൽ സിസ്റ്റം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗേഷനാണ്, നോ പറച്ചിലാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള കുറേ കുഴപ്പങ്ങളും ഉണ്ടെന്ന് സൂക്ഷ്മത്തിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞു വെച്ചത്. കാണാൻ പറ്റില്ല, വിവേചിച്ചിട്ടറിയാം, ഇതല്ല അതല്ല ഇതല്ല അതല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെപ്പറേഷൻ നടത്തിയിട്ടും തിരിച്ചറിയാമെന്ന് ചില ഗുരുക്കന്മാർ പറഞ്ഞു വെച്ചു. വേറെ ചില വ്യക്തികൾ പറഞ്ഞു ഉപദേശം കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ട്. അവർ പറഞ്ഞു അങ്ങനെയല്ല, ഈ പരമമായിട്ടുള്ള സത്യം എല്ലാ ഗുണങ്ങളോടും കൂടിയിട്ടുള്ളതാണ്, അതിന് രൂപമുണ്ട്, അതിന് ഭയങ്കര സൗന്ദര്യമാണ്, കാരുണ്യം നിറഞ്ഞതാണ്, അതിനെ സ്നേഹത്തിൽ കൂടെയും ശരണാഗതി കൂടെയൊക്കെ അതേമാതിരി ഭക്തിയിൽ കൂടിയും വേണം നമ്മൾ സമീപിക്കാൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗവും പറഞ്ഞു വെച്ചു. 2 കൂട്ടരും തമ്മിൽ എന്നും അടിയാണ്. ഈ അടിക്കൊരു അവസാനമില്ല. അന്യോന്യം പരിഹസിക്കാനും പുച്ഛിക്കാനും അത് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് പോകണം. അങ്ങനെ വരുമ്പോൾ ഇത് ഈ കാലങ്ങളായിട്ട് ഈ ഒരു തർക്കം അദ്വൈതമാണോ ഭക്തിയാണോ സാക്ഷാത്കാരത്തിന് വേണ്ടത്, ഈ ഒരു ചോദ്യം അവിടെ എല്ലാ കാലത്തും നിൽക്കുന്നുണ്ട്. പരബ്രഹ്മത്തിനെ മനസ്സിലാക്കണോ അതോ ആരാധിക്കണോ, അല്ലെങ്കിൽ പരബ്രഹ്മത്തെ അനുഭവിക്കണോ അതോ മനസ്സിലാക്കണോ, അനുഭവിക്കണോ അതോ ആരാധിക്കണോ? ഒന്ന് പഞ്ചസാര നല്ല മധുരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കലും മറ്റേത് പഞ്ചസാര എടുത്തിട്ട് രുചിക്കലുമാണ്. അപ്പോൾ ഇവിടെ മോക്ഷം എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടുന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള അറിവിൻ്റെ ഫലമാണോ അതോ ഈശ്വര കൃപയുടെ ഫലമാണോ? പ്രയത്നം കൊണ്ട് കിട്ടുമോ അതോ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി ഭഗവാൻ തഥാസ്തു എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മോക്ഷം കിട്ടുകയാണോ? ഈ തർക്കമാണ് എല്ലാ കാലത്തും. അദ്വൈതം പറഞ്ഞു പ്രയത്നിച്ചാലേ കിട്ടുള്ളൂ, സദാ ആത്മവിചാരം ചെയ്തുകൊണ്ടിരിക്കണം. ആത്മവിചാരം ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഭഗവാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് രാമാനുജൻ പറഞ്ഞു. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അത് ഭഗവാൻ തന്നെ തരണം എന്ന് മധ്വനും പറഞ്ഞു. നമ്മൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരു അവിയല്ല കിടക്കണത്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു അവിയല്ലാണ് കിടക്കണത്. ഇതിനെ കൃത്യമായിട്ട് വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കാറില്ല. അപ്പോൾ ഈ തർക്കം നിലനിൽക്കുന്നതിൻ്റെ കാരണം തന്നെ നമ്മൾ കുറേ കാലമായിട്ട് തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന കുറേ മുൻധാരണകളുണ്ട്. ആ മുൻധാരണകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവിടെ നമ്മൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ആദ്യം തന്നെ ഈ ബ്രഹ്മം എന്ന് പറയണതിനെ ഒരു വസ്തുവായിട്ട് കാണും. നമ്മളവിടെ ആചാര്യന്മാരവിടെ വസ്തു എന്ന് ഏവം ദുർലഭ്യ വസ്തു എഴുതി. ആ വസ്തു നമുക്ക് വസ്തു എന്ന് പറഞ്ഞാൽ ലാൻഡ്, അതൊക്കെയാണ് സാധാരണക്കാരന്. കുറച്ചുകൂടെ ഉയർന്ന ആൾക്കാർക്ക് ഈശ്വരൻ്റെ തലത്തിലാണെങ്കിൽ പോലും അതും ഒരു ഓബ്ജക്റ്റാണ്, ഒരു വസ്തുവാണെന്നാണ് വെപ്പ്. ആചാര്യന്മാരെ അർത്ഥത്തിലല്ല പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പുറത്തുള്ള നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ നിർബന്ധിതമായിട്ട് ആരെങ്കിലും വന്നിട്ട് അതെന്താന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് നിർബന്ധമുള്ള എന്തോ ഒരു വസ്തുവായിട്ട് നമ്മളതിനെ മാറ്റി. നമ്മുടെ കുഴപ്പമാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ ആരാ? അപ്പോൾ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, മഞ്ഞപ്പട്ടുടുത്ത് മരതകക്കല്ല് പോലുള്ള ശരീരം. നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ അങ്ങോട്ട് കൊടുക്കണം. അത് നമ്മൾ ആ ഫ്രെയിം അല്ലാത്തതൊന്നും ഗുരുവായൂരപ്പനല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗണപതിയുടെ വിഗ്രഹത്തിൽ ഗുരുവായൂരപ്പനെ കണ്ട ഒരാൾ ഉപാസിച്ച് വളർത്തിയെടുത്ത സ്ഥലം അത്. രൂപത്തിനെ ഭേദിക്കണതിൻ്റെ വേറൊരു രീതി അത്. അപ്പം ഇവിടെ ഈ തർക്കമുണ്ടാവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് നമ്മൾ ഇതിനെ ഇങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധിതമായിട്ട് പറയാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ്. അവിടെയാണ് ഭാഗവത പുരാണത്തിലെ ഈ വേദസ്തുതി തർക്കങ്ങളോ വാദപ്രതിവാദങ്ങളോ ഒന്നുമില്ല.
ശാന്തമായിട്ട് അതങ്ങനെ കടന്നു വരും. ഇത് അദ്വൈതത്തിനെ പൂർണ്ണമായിട്ട് ന്യായീകരിക്കേണ്ടോ എന്ന് ചോദിച്ചാൽ വാസ്തവത്തിലില്ല. എന്നാൽ ഭക്തിയെ പ്രചരിപ്പിക്കേണ്ടോ എന്ന് ചോദിച്ചാൽ ഭക്തിയെ അങ്ങോട്ട് പ്രചരിപ്പിക്കണമില്ല. അദ്വൈതത്തിൽ ആചാര്യസ്വാമികൾ പറഞ്ഞത് ഭക്തി വെറും പോകാനുള്ളൊരു വഴി മാത്രമാണെന്നാണ് പറഞ്ഞത്. ഭക്തിക്ക് തനതായിട്ടൊരു എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് അദ്ദേഹം ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ഭക്തിയുടെ ആൾക്കാർ പറയും അദ്വൈതമൊന്നും നമുക്ക് ആവശ്യമില്ല, അത് വരട്ടുവാദമാണ്, നമ്മളെ കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ഭക്തി മാത്രം മതി എന്ന് പറയും. വേദസ്തുതിയുടെ ഏറ്റവും വലിയ ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഭക്തിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ജ്ഞാനത്തിലെത്താനുള്ള വഴിയാണ്. ഭക്തിയുടെ പരമകാഷ്ട ജ്ഞാനമാണ്. ഭക്തിയില്ലാത്ത ജ്ഞാനത്തിന് ആർദ്രത ഉണ്ടാവില്ല, അത് വരണ്ടിരിക്കും. ജ്ഞാനമില്ലാത്ത ഭക്തിക്ക് അടിത്തറയും ഉണ്ടാവില്ല. ഇത് കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു മഹാസ്തുതിയാണ് ശരിക്കും വേദസ്തുതി, ഒരു സംശയവും വേണം. വിശിഷ്ടാദ്വൈതത്തിലെത്തുന്ന രാമാനുജന്റെ രീതിയിൽ ചെല്ലുമ്പോൾ രാമാനുജൻ പറയണത് ഭഗവാനെ സ്നേഹത്തിൽ കൂടെ നമുക്ക് വശീകരിക്കാം, നമ്മുടെ സ്വന്തം ആളാക്കി മാറ്റാം. അദ്വൈതത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന നമ്മളും വേറൊന്നും ഭേദമില്ലാത്തൊരു വസ്തുവാണ്. അത് ബുദ്ധി കൊണ്ടാണ് തിരിച്ചറിയണം, ഹൃദയം കൊണ്ട് തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നുണ്ട് രാമാനുജൻ. ആ പരമാത്മാവായിട്ടുള്ള വസ്തുവും അതിൻ്റെ അംശമാണ് നമ്മളെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അവിടെ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ എന്ന് പറഞ്ഞതിനെ ശരിക്കും ശ്രുതിഗീത അങ്ങനെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുന്നില്ല. പ്രയത്നവും വേണം, ഗ്രേസും വേണം. മധ്വനിലെത്തുന്ന സമയത്ത് ഭഗവാൻ മുതലാളിയാണ്, സർവശക്തനാണ്. ആ സർവശക്തിയെ വേദം അംഗീകരിക്കുന്നുണ്ട്, വേദസ്തുതി അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാനെ നമ്മളെ തൊഴിലാളികളെ പോലെയോ അടിയാളന്മാരെ കാണുന്ന പോലെയോ കാണാൻ ഉള്ള അങ്ങനെ കാണുന്ന ഒരാളായിട്ടല്ല വേദസ്തുതി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മൂന്നും ഹിന്ദു സമ്പ്രദായത്തിൻ്റെ അല്ലെങ്കിൽ സനാതന ധർമ്മത്തിൻ്റെ കോർ പില്ലേഴ്സാണെന്ന് പറയുന്ന തൂണുകളാണെന്ന് പറയുന്ന ഈ മൂന്ന് പദ്ധതികളിൽ അതിൻ്റെ വരണ്ട ചില വശങ്ങളെ മാറ്റി ഭംഗിയായിട്ട് ഒന്നു ചേർത്ത് കൊണ്ടുപോകുന്ന ഈ മൂന്ന് സ്കൂൾസും ചേർന്ന് പോകുന്ന ഒരു സ്തുതി ഏതാണെന്ന് ചോദിച്ചാൽ അത് വേദസ്തുതിയാണ്. പിന്നെ അത് ഹംസഗീതയിൽ കുറച്ച് കാണാം. അപ്പം ഇവിടെ വിപ്ലവകരമായിട്ടുള്ളൊരു പരിപാടിയാണ് വ്യാസമഹർഷി ചെയ്തു വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്തെ അദ്ദേഹം അദ്വൈതത്തിൻ്റെ അടിസ്ഥാന ടെക്സ്റ്റായിട്ടുള്ള ബ്രഹ്മസൂത്രം രചിച്ചിട്ടുള്ള ബാദരായണൻ കൂടിയാണ്. അദ്ദേഹം ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം ഇത്ര എല്ലാ വശങ്ങളെയും തൊടുന്ന ഒരു സംശയവും അവശേഷിപ്പിക്കാത്ത തരത്തിൽ ഭഗവാനെ നിർവചിക്കാനുള്ള ഒരു എളിയ ശ്രമം എന്നുള്ള നിലയ്ക്ക് അത് തന്നെ വേദങ്ങൾ അവസാന വാക്കാണ് സകലതിൻ്റെയും. അവർ പറയുക ഞങ്ങൾ തോൽക്കണടത്താണ് നീ നിൽക്കണം. വാക്ക് എവിടെയാണോ പോയിട്ട് തോറ്റു മടങ്ങണം അതിൻ്റെ അപ്പുറത്താണ് ഭഗവാൻ നിൽക്കണം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വാക്കുകൾക്ക് വിവരിക്കാൻ പറ്റാത്തത്, പരമമായിട്ടുള്ള അറിവിന് പോലും വിവരിക്കാൻ പറ്റാത്ത എന്താണോ അതിൻ്റെ അപ്പുറത്താണ് ഭഗവാൻ നിൽക്കണം. ആ എളിമയിൽ നിന്നുകൊണ്ടാണ് ഇത് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുന്നത്. നമ്മൾ സാധാരണക്കാരൻ പിടിച്ചു പോകേണ്ട മാർഗം ഏതാണ്? വാസ്തവത്തിൽ വേദസ്തുതി കടുകട്ടിയാണ്. ഒരു പണ്ഡിതൻ വന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് കടുകട്ടി തന്നെയാണ്. പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് എന്താണെന്ന് കിട്ടാനുള്ളതെന്ന് ചോദിച്ചാൽ ഈ ലളിതമായിട്ടുള്ള മാർഗം ഭഗവാന്റെ മുന്നിൽ ഭക്തിയുടെ ആ ഹർഷം അനുഭവിക്കൽ മാത്രമല്ല, ആത്യന്തികമായിട്ട് അത് ആ ഈശ്വരനും താനും ഒന്നാണെന്നുള്ള തിരിച്ചറിവിനെ വെറുതെ ഭയന്നിട്ടോ അല്ലെങ്കിൽ താൻ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച് പഠിച്ചത് കൊണ്ടോ ഒരു ബ്രേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്നു വെക്കുക. ഏതവസ്ഥയിൽ നമ്മളെ കൊണ്ടുപോകുന്നു അങ്ങനെ കൊണ്ടുപോട്ടെ. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ശ്രീരാമൻ ചോദിച്ചൊരു കഥ ഞാൻ പല പ്രഭാഷണത്തിലും പറയാറുണ്ട്. ഞാൻ നിനക്ക് ആരാ, നീ എന്ത് കണ്ടിട്ടാ എന്നെ ഇങ്ങനെ സ്നേഹിക്കണമെന്ന് ചോദിച്ചു. അതിന് ഭഗവാൻ പറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ഉത്തരം, അതിൻ്റെ ഒരു ശ്ലോകമൊക്കെ ഉണ്ട്, അതോടെ നിൽക്കട്ടെ. ഞാൻ വെറും ഒരു ദേഹമാണെങ്കിൽ അങ്ങ് എൻ്റെ യജമാനാണ്. ഞാൻ ജീവനാണെങ്കിൽ ഞാൻ വെറും ഒരു ജീവനായിട്ട് എന്നെ കാണണമെങ്കിൽ ഞാൻ അങ്ങയുടെ അംശമാണ്. ഞാൻ ആത്മാസ്വരൂപനായിട്ട് തന്നെയാണ് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഞാനും അങ്ങ് ഒന്നാണ്. മൂന്ന് തരത്തിലുള്ള കാഴ്ചപ്പാടാണ്. ഇത് തന്നെയാണ് ദ്വൈതം, വിശിഷ്ടാദ്വൈതം, അദ്വൈതം. ഇത് ഓരോ ചവിട്ടുപടിയാണ്, അല്ലാണ്ട് ഒരു പടി മാത്രമല്ല ഈശ്വരങ്കലേക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ 3 പടിയുണ്ടെങ്കിൽ ദ്വൈതത്തിൽ ചവിട്ടി നിൽക്കുകയാണ് നമ്മളൊക്കെ. കുറച്ച് കഴിഞ്ഞാൽ വിശിഷ്ടാദ്വൈതത്തിൽ ചവിട്ടും, ആത്യന്തികമായിട്ട് അദ്വൈതത്തിലേക്ക് കയറും.
അതുകൊണ്ട് ഇത് പരസ്പരം പോരടിക്കേണ്ട ഒരു വിഷയമല്ല എന്ന് പറഞ്ഞു പോകാറുണ്ടെങ്കിലും ഒരു പുരാണ പ്രമാണം ഇതിനെന്താന്ന് ചോദിച്ചാൽ വേദസ്തുതി എടുത്ത് വെച്ചു കൊടുത്താൽ പുരാണ പ്രമാണമാണ്. എല്ലാവരും പറയുമല്ലോ എന്തിനും പുരാണ പ്രമാണം പറയണം, വെറുതെ വന്നിരുന്ന് പറയാൻ പാടില്ല എന്നാ പറയാം. അപ്പോൾ ഈ അധ്യായത്തിൽ വേദങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. ബ്രഹ്മത്തിനെ നിർവചിക്കാനോ ഭഗവാനെ വിവരിക്കാനോ ഒന്നുമല്ല. പക്ഷെ ഭാഷ എങ്ങനെ പരാജയപ്പെടുന്നു, പരിശ്രമങ്ങൾ എങ്ങനെ ഇല്ലാണ്ടാവണു, സ്നേഹം മാത്രം എങ്ങനെ അവശേഷിക്കണു, അറിവിനെയും ഭക്തിയെയും മൗനം എങ്ങനെ പൂർണ്ണമാക്കണു. നേരത്തെ പറഞ്ഞു ഗുരുവായൂരപ്പൻ മൗനസ്വരൂപനാണ്, ഗീത മുഴുവൻ മൗനാണെന്ന്. സത്യമാണ്. 2.5 മണിക്കൂറെങ്കിലും നമുക്ക് എടുക്കും മര്യാദയ്ക്ക് ഗീത 700 ശ്ലോകം വായിച്ചു തീർക്കാൻ. യുദ്ധത്തിന് മുഹൂർത്തം കുറിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോണ്ടോ 2.5 മണിക്കൂർ സ്റ്റോപ്പ്, ഞങ്ങളിത് മുഴുവൻ പറഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തേര് നടുക്ക് കൊണ്ടിട്ട് ട്രാഫിക് ജാമാരി ഇട്ടിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിച്ചത്? സഞ്ജയൻ റിപ്പോർട്ടഡ് സ്പീച്ചിലാണ് പറഞ്ഞത്. നേരത്തെ വിമൽജിയുടെ പറഞ്ഞു ദക്ഷിണാമൂർത്തി മൗനം കൊണ്ട് ശിഷ്യന്മാർക്ക് കൊടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നൊരു പെൻഡ്രൈവ് കൊണ്ടുപോയിട്ട്, ഞാൻ എപ്പോഴും പറയാറുള്ള എക്സാമ്പിൾ, ഒരു പെൻഡ്രൈവ് കൊണ്ടുപോയിട്ട് കമ്പ്യൂട്ടറിൽ കുത്തിയ എത്രയോ TB ടെറാബൈറ്റ്സിന്റെ ഡാറ്റയാണ് സെക്കൻഡുകൾക്കുള്ളിൽ ഈ കമ്പ്യൂട്ടറിന് ഈ പെൻഡ്രൈവിലേക്ക് വരണത്. ഡൗൺലോഡാണ്. ഭഗവാൻ അർജുനന്റെ ഹൃദയത്തിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുത്തതാണ് സെക്കൻഡുകൾ കൊണ്ട്. യുദ്ധത്തിന്റെ മുഹൂർത്തമൊന്നും മാറിയിട്ടില്ല, അതിനെ എതൾ പിരിക്കുകയാണ്. പിന്നെ നമുക്ക് ദർശനങ്ങൾ ഉണ്ടാകുമ്പോഴും അങ്ങനെയാണ്. നമ്മളൊരു മിന്നായമാരിയാണ് ദർശനം. പിന്നെയാണ് നമ്മളതിനെ ഒന്ന് മെല്ലെ സ്ലോ മോഷൻ ആക്കി നോക്കുമ്പോഴാണ് ഞാൻ ഭഗവാനെയാണ് കണ്ടത്, എനിക്കുണ്ടായത് ഈ അനുഭവമാണ് എന്ന് നമുക്ക് തിരിച്ചറിയണത്. ഈശ്വരൻ അങ്ങനെയാണ് എപ്പോഴും. ഈശ്വരൻ നമ്മളെ മാതിരി സമയമെടുത്ത് കുറേ കാര്യമൊന്നും പറഞ്ഞില്ല. ഹി വിൽ ജസ്റ്റ് ഡൗൺലോഡ് ഇൻഫർമേഷൻ ഇൻ ടു യുവർ ഹാർട്ട്സ്. അതങ്ങോട്ട് ഇറക്കി തന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഭാഷ പരാജയപ്പെടുക, നമ്മൾ ഈ കാണിക്കുന്ന സാധനാഭ്യാസങ്ങളൊക്കെ പരാജയപ്പെടുക, സ്നേഹം മാത്രം അവശേഷിക്കുക, അറിവിനെയും ഭക്തിയെയും മൗനം എങ്ങനെയാണ് പൂർണ്ണമാക്കണത്, ഈ 3 കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ശ്രുതിഗീത എഴുതി വെച്ചിട്ടുള്ളത്. അവിടെ അത് മഹർഷി എഴുതി വെച്ചിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് വേദസ്തുതി നമുക്ക് ശരിക്കും തരുന്ന പേഴ്സ്പെക്റ്റീവ്, കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്നതാണ്. പലപ്പോഴും അതെന്തുകൊണ്ട് നമ്മൾ അങ്ങനെ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ കലികാലത്തിൻ്റെ കുഴപ്പമായിരിക്കാം. നമ്മൾ പറഞ്ഞ മാതിരി കലികാലം വെച്ചാൽ ക്ലൗഡഡ് മൈൻഡ് ആയിരിക്കുമല്ലോ. മനസ്സിൽ കാർമേഘാവൃതമായിരിക്കുമ്പോൾ സംശയങ്ങളും 100,000 ആശയങ്ങളും വന്നിട്ട് നമ്മൾ അത് ഓരോന്നിൻ്റെയും കണ്ണാടി ചില്ലിൽ കൂടെ കാണുമ്പോൾ പുക പിടിച്ചിട്ടുള്ളൊരു കണ്ണാടിയിൽ അല്ലെങ്കിൽ കരി പിടിച്ച കണ്ണാടിയിൽ അത് കണ്ണാടിയാണെന്ന് പോലും തിരിച്ചറിയാത്ത വിധം കരിയാണെങ്കിൽ അതിൽ ഒരു വരങ്ങനെ വരച്ചാൽ അവിടെ മാത്രം തിളങ്ങും. നമ്മൾ നോക്കിയാൽ നമ്മുടെ മുഖം ഇങ്ങനെ കാണാം ചെറുതായിട്ട്, അല്ലേ? അങ്ങനെയുള്ള മനസ്സ് വെച്ചിട്ട് നമ്മൾ ശ്രുതിഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്കുന്നു, അല്ലെങ്കിൽ കൃതികളെടുത്ത് വായിക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്കിങ്ങനെ സംഭവിക്കണം. എന്താണെങ്കിലും അത് പറയണു, ബ്രഹ്മം എന്നുള്ളത് വ്യക്തിരൂപം ഇല്ലാത്തതുമല്ല ഉള്ളതുമല്ല. അതെന്താ അങ്ങനെ? കാണാൻ പറ്റുന്ന രൂപമുണ്ടോ? ഇല്ല. എന്നാൽ രൂപമില്ലേ? അങ്ങനെയും പറയരുത്. അപ്പൊ പിന്നെന്താ? ഇങ്ങനെ 2 അവസ്ഥ ഉണ്ടാവണതിന് മുമ്പ് ഒരു രൂപമുണ്ട്, ആ അവസ്ഥയാണെന്ന്. രൂപമുണ്ടാവുന്നതിനും രൂപമില്ലാത്ത അവസ്ഥ ഉണ്ടാവുന്നതിനും അല്ലാതൊരു രൂപം അതിന് മുമ്പുണ്ട്. അതെങ്ങനെ അറിയും? മനസ്സിനാണ് ഒന്നുമില്ലെങ്കിൽ രൂപം വേണം, അല്ലെങ്കിൽ രൂപം വേണ്ട. മനസ്സിന് അങ്ങനെ അറിയുള്ളൂ. എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യണം. നമ്മളൊരാൾ പറയും അവൻ നല്ല ഉയരക്കാരനാണ്, അവനെക്കാട്ടിലും ഉയരമുള്ള ഒരാളെടുത്ത് കൊണ്ടു നിർത്തിയാൽ നമ്മൾ അവൻ കുള്ളനാണ്. കുള്ളനായിട്ടുള്ള ആൾ അതിൽ ഉയരമുള്ള കുറഞ്ഞ ഒരാളുടെ അടുത്ത് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പറയും അവൻ നല്ല ഉയരക്കാരനാണ്. എല്ലാം കമ്പാരിസണാണ്. നമ്മളൊക്കെ താരതമ്യം ചെയ്തിട്ട് അപ്പം മനസ്സിന് എപ്പോഴും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വെച്ചിട്ട് മാത്രമേ മനസ്സിലാക്കാൻ. കുറച്ച് കട്ടിയാണ്, പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിലുള്ള കാര്യമാണ്. മനസ്സില്ലാതാകുമ്പോൾ മാത്രമാണ് രൂപമുണ്ടോ രൂപമില്ലയോ ഇതൊന്നും വിഷയമല്ല, അനുഭവം. സനാതന ധർമ്മത്തിൽ വിശ്വാസമില്ല. നിങ്ങൾ ഭഗവാനിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് സെമറ്റിക് മതങ്ങൾക്ക് ശരിയാണ്. സനാതന ധർമ്മത്തിൽ അതില്ല. നിങ്ങൾ ഭഗവാനെ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കേണ്ടത്. സനാതന ധർമ്മം അനുഭവത്തിൻ്റെ മതമാണ്, അനുഭവത്തിൻ്റെ പദ്ധതിയാണ്. ഇവിടെ അതാ പറഞ്ഞത്, ആ അനുഭവം എങ്ങനെ വരും എന്നുള്ളതിൻ്റെ സൂചന തരും. ബ്രഹ്മം രൂപമുണ്ടോ രൂപമില്ലോ എന്ന് നിങ്ങൾ തമ്മിൽ തല്ലണ്ട. അത് ആ അവസ്ഥയൊക്കെ നമ്മുടെ മനസ്സുണ്ടാക്കിയെടുത്തതാണ്. അതിനു മുന്നേ എന്ത് ഭാവമാണോ എന്താണോ അതാണ് തിരിച്ചറിയേണ്ടത് എന്ന് പറഞ്ഞു തരുന്നു. ഇത് വാക്കുകൊണ്ട് ഞാനിവിടെ ഇരുന്ന് ഇന്ന് രാത്രി അർദ്ധരാത്രി നാളെ രാവിലെ വരെ പറഞ്ഞാലും ഇത് അനുഭവത്തിൽ വരാതെ മനസ്സിലാവില്ല.
ഞാൻ എപ്പോഴും പറയാറ്, വരും മധുരം എന്താന്ന് എസ്സേകൾ എഴുതി കൂട്ടിയിട്ട് പുസ്തകം വായിച്ചിട്ട് വരില്ല. അതിന് സമയം അടുക്കളയിൽ പോയിട്ട് ആ പഞ്ചസാര പാത്രം എടുത്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് വായിലിട്ട് തന്നിട്ട് കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടി. അങ്ങനെ അനുഭവത്തിൽ കിട്ടും. 2, ഭക്തി എന്ന് പറയുന്നത് വെറും ഇമോഷണലായിട്ടുള്ള ഡിപ്പെൻഡൻസി അല്ല, വൈകാരികമായിട്ടുള്ള പരാശ്രയമല്ല. വേറൊരാളെ ആശ്രയിച്ച് അയാളുടെ കരുണയ്ക്ക് വേണ്ടി അങ്ങനെ ആക്കി. 12-ാം നൂറ്റാണ്ടിന് ശേഷം ഭാരതത്തിൻ്റെ പല വിധത്തിലുള്ള ആക്രമണങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് യഥാർത്ഥത്തിലുള്ള സ്വരൂപം നഷ്ടപ്പെട്ടു പോയി ഭക്തിക്ക്. ഇവിടെ വീരഭക്തി നഷ്ടപ്പെട്ടു. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ പരമവീരനാണ്. ദീനഭക്തി കൃഷ്ണന് പറഞ്ഞിട്ടില്ല. കരഞ്ഞു വീഴണ ഭക്തി ഇല്ല കൃഷ്ണന്. വ്യാസപീഠത്തിൽ ഇരുന്നാ പറയണം. ഭക്തി വൈകാരികമായിട്ടുള്ള പരാശ്രയത്തല്ല. ഭാഗവതം എവിടെയും അത് പറയുന്നില്ല. ഗോപികമാരുടെ ഭക്തി പോലും വീരഭക്തിയാണ്. നോക്കൂ, നേരത്തെ പറഞ്ഞില്ലേ ഭഗവാൻ അങ്ങോട്ട് വരണ്ട ആവശ്യമില്ല. വീരഭക്തരാണ് അവർ ദീനഭക്തരല്ല. ഗോപികമാരെ കരഞ്ഞു വീഴണ പെണ്ണുങ്ങളായിട്ട് കാണരുത്. അവരെ പോലെ മനസ്സിന് ശക്തി ഉണ്ടായിരുന്ന ആൾക്കാരില്ല വേറെ. അതൊരു സത്യമാണ്. ശങ്കാണ് മുഴങ്ങണ്, അതിൻ്റെ മുകളിൽ വേറൊന്നില്ല. അപ്പൊ പിന്നെ ഭക്തി എന്താ? വ്യക്തമായിട്ടുള്ള അറിവിൽ നിന്ന് ഞാനും അതും ഒന്നാണെന്നുള്ള അറിവിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഉണ്ടായി വരണ ഒരു സുഗന്ധമാണ്. നമ്മളൊരു കറി വേവിച്ച് വരുമ്പോൾ ആ വേവ് കറക്റ്റ് ആകുമ്പോൾ ഒരു മണം കൊണ്ട് നമ്മൾ തിരിച്ചറിയും അല്ലേ? ആ കറി കറക്റ്റാണ്, ഇനി ഓഫാക്കാം എന്ന് പറയണത് പോലെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ സുഗന്ധമാണ് അത്ര ഭക്തി. അറിവ് പരിപക്വമാകുമ്പോഴേ ഭക്തി വരുള്ളൂ. അതുവരെ അത് ആരാധനയുടെ തലത്തിലേ പോകുള്ളൂ. കാര്യസാധ്യം നിൽക്കുന്നിടത്തോളം നമ്മളൊന്നും ഭക്തരെ എന്നുള്ള മേൽവിലാസം ഒട്ടിക്കാൻ അർഹത നമുക്ക് ആർക്കും ഇല്ല. ഭഗവാനാണ് ഒരാൾ ഭക്തനാണോ അല്ലയോ എന്നുള്ള സർട്ടിഫിക്കറ്റ് തരേണ്ടത്. ആ സർട്ടിഫിക്കറ്റ് അവിടുന്ന് മാത്രമേ സീലടിച്ച് ഒപ്പിട്ട് കിട്ടുള്ളൂ. വേറെ എവിടുന്നും അത് കിട്ടില്ല എന്നും പറഞ്ഞു വയ്ക്കണം. ഇനി 3-ാമത്തെ കാര്യം, മോക്ഷം എന്ന് പറഞ്ഞാൽ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമൊന്നുമല്ല. ഇതിപ്പോൾ ഇവിടുന്ന് കോട്ടയത്തേക്ക് പോവുക, ഇവിടുന്ന് US പോവുക, ഒന്ന് അമേരിക്കയിൽ പോയാൽ ജീവിതം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ മാതിരി പോയിട്ട് ചേരാൻ പറ്റിയ ഒരു സ്ഥലമല്ല മോക്ഷം. അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ എനിക്ക് 50 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് 70 വയസ്സാകുമ്പോൾ എനിക്ക് മോക്ഷം മതി എന്ന് പറയണ നാളത്തെ ഫ്യൂച്ചറിലെ ഒരു കാര്യമല്ല. മോക്ഷം ഒരു ക്ലിയർ ആൻഡ് പ്രസൻറ്റ് തിങ്ങാണ്. ഇപ്പോൾ ഈ സെക്കൻഡിൽ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും കിട്ടാവുന്നൊരു സംഭവം. ഇത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത് കിട്ടുന്നില്ല എന്ന് മാത്രം. ഒന്നും വേണ്ട, നിങ്ങളിപ്പോൾ ദീപാരാധനയ്ക്ക് ഇവിടെ അവിടെ ചെന്നു, ആ ഭഗവാന്റെ മുന്നിൽ ചെന്ന് കണ്ണൊന്നടഞ്ഞു, ഒരു സെക്കൻഡ് നേരത്തേക്ക് നിങ്ങളുടെ കണ്ണടയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അവിടെ ബ്ലാങ്കാണ്. നിങ്ങൾ മോക്ഷം അനുഭവിക്കണം, മുക്തി അനുഭവിക്കണം. അതിൻ്റെ നമ്മൾ ഗൃഹസ്ഥർക്ക് ചെയ്യാവുന്ന ഒരൊറ്റ വിദ്യയുള്ളൂ. ഇതിൻ്റെ എണ്ണം കൂട്ടുക. എണ്ണം കൂട്ടൽ മാത്രമല്ല, ആ കിട്ടുന്നതിൻ്റെ നീളവും കൂട്ടുക. ഓരോ തവണ നമുക്ക് ആ ഒരു ശൂന്യത കിട്ടുന്നുണ്ടല്ലോ, അതിൻ്റെ നീളം കൂട്ടുക, എണ്ണവും കൂട്ടുക. എത്രത്തോളം തവണ ആ മുന്നിൽ ചെന്നിട്ട് കണ്ണടയാൻ പറ്റുമോ, ഉറങ്ങി വീഴുകയല്ല ഞാൻ പറയണത്, കണ്ണടയാൻ പറ്റുമോ ആ ശൂന്യത അനുഭവിക്കുമ്പോൾ മുക്തിയെ നമ്മൾ പോയി സ്പർശിച്ച് മടങ്ങുകയാണ്. കാരണം അടുത്ത നിമിഷം എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കും, ആരെങ്കിലും നമ്മളെ വന്ന് വിളിക്കും, അല്ലെങ്കിൽ പുറകിൽ തൊഴാൻ പറഞ്ഞാളൊന്ന് തള്ളും, നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ഉണരുന്നുണ്ട്. അതുകൊണ്ട് ഭൂസ്പർശം വരണ ബ്രാഹ്മണന്റെ കുട്ടികളുടെ അവസ്ഥയാണ്. ബ്രാഹ്മണന്റെ കുട്ടികളൊക്കെ ബ്രഹ്മാകാര വൃത്തിയാണ്. ഭൂസ്പർശം വന്നു പറഞ്ഞാൽ ലൗകിക ചിന്ത വന്ന് തൊട്ടു ചത്തു മരിച്ചു, അപ്പ പോയി. അഹങ്കാരത്തോടുകൂടി സമീപിച്ചപ്പോൾ പിന്നെ ശരീരമേ ഇല്ലാണ്ടായി എന്നാ പറഞ്ഞത്. അവസാനത്തെ കുട്ടി കണ്ടന്നില്ല. സന്താനഗോപാലൻ ഇതിനു മുമ്പൊരു സത്രത്തിന് ഇവിടെ ഇരുന്ന് തന്നെ പറയാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. സന്താനഗോപാലൻ കുട്ടികൾ ഉണ്ടാവാനുള്ള കഥയല്ല, അത് ബ്രഹ്മാകാര വൃത്തിയുടെ കഥയാണ്, അതിൻ്റെ ഉപാസനയുടെ കഥയാണ്. എങ്ങനെ ഭഗവാനെ കിട്ടാൻ ഭഗവാന്റെ കൈ പിടിച്ച് തന്നെ പോകണം എന്ന് പഠിപ്പിക്കുന്ന കഥയാണ്. അപ്പം ഇവിടെ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിച്ചേരേണ്ട അവസ്ഥയല്ല, മറിച്ച് ഭയത്തിൻ്റെ അവസാനമാണ്. എല്ലാ ഭയങ്ങളുടെയും അവസാനം എന്താ? ഭയം. തമിഴിൽ പറയില്ലേ, യാം ഇരുക്ക ഭയമേ, ഞാനിരിക്കുമ്പോൾ എന്തിനാ പേടിക്കണേ എന്ന് ഭഗവാൻ ചോദിക്കുന്നു അല്ലേ? ആ അഭയാവസ്ഥ. മോക്ഷം എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള 100% പ്യുവർ അഭയാവസ്ഥ, ഓർഗാനിക് ആയിട്ടുള്ള അഭയമാണ്. ഒരു മാലിന്യവും ചേർത്തിട്ടില്ല, ഒരു കലർപ്പില്ല, കെമിക്കലില്ല, ഒന്നുമില്ല, ഒരു കെട്ടുകാഴ്ചയില്ല. യഥാർത്ഥ അഭയാവസ്ഥ. കാരണം മനുഷ്യന് ഒരു വികാരമേ ഉള്ളൂ, അത് മരണഭയമാണ്. ഈ സന്തോഷം എന്നൊക്കെ പറയണതൊക്കെ വെറുതെയാണ്.
ഈ മരണഭയം മറന്നിരിക്കണ നേരമാണ് നമ്മൾ സന്തോഷം എന്ന് വിളിക്കുന്നത്. അടിസ്ഥാനമായിട്ട് സകല ജീവജാലങ്ങൾക്കും ഞാൻ നശിക്കുമോ, ഈ ശരീരം നശിക്കുമോ എന്ന് ഓരോ സെക്കൻഡിലും പേടിയാണ്. വളരെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ മാത്രം, മനസ്സ് ഫോം ചെയ്യാത്ത പ്രായത്തിൽ മാത്രമാണ് ഇതില്ലാത്തത്. അത് കഴിഞ്ഞാൽ അത് വരും. ഞാൻ മുമ്പ് ഇവിടെ തന്നെ ഒരു വേദിയിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് പല അമ്മമാരും ശരത്തെ അങ്ങനെയൊക്കെ പറയാൻ പാടും, കേൾക്കുമ്പോൾ തന്നെ എന്തോ മാതിരിയുണ്ട്. പക്ഷേ ഇതിലും നല്ലൊരു എക്സാമ്പിൾ വേറെ പറഞ്ഞു തരാനില്ല. ജനിച്ച് വീണൊരു കുഞ്ഞുവാവ കണ്ണൊക്കെ തുറന്നു അങ്ങനെ നോയിക്കൊണ്ട് കിടക്കുക, ഒരു കഠാര എടുത്തിട്ട് അതിനെ കുത്താൻ പോവുക. അത് അപ്പോഴും ഇങ്ങനെ നോയിക്കൊണ്ട് കിടക്കും, ശരീരബോധം വന്നിട്ടില്ല. നേരെ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് കുത്താൻ പോയി നോക്കൂ, ഒരു ഞെട്ടൽ കാണിക്കും. ഒരു മാസം കഴിഞ്ഞ് കുത്താൻ പോയാൽ ചിലപ്പോൾ അലറിക്കരയും. കാരണം മനസ്സ് ഫോം ചെയ്ത് വരുന്നു. മനസ്സ് ഫോം ചെയ്ത് വന്നുകൊണ്ടിരുന്നാൽ ഞാൻ നശിക്കുമോ, ഞാൻ മരിക്കുമോ, ഞാൻ നശിക്കുമോ, ഞാൻ മരിക്കുമോ, ഇതിൻ്റെ മറ്റ് ബഹിസ്ഫുരണങ്ങളാണ് അസൂയ, മത്സരബുദ്ധി, മറ്റൊരുത്തൻ എന്നെക്കാട്ടിലും മുകളിൽ പോവും, ഞാൻ ഇങ്ങനെയായി, അവൻ നന്നായി. ഇതൊക്കെ അവനവൻ്റെ നാശത്തിനെ അവനവനിലേക്ക് ചൂണ്ടി നമ്മൾ കാണുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇത് മുഴുവൻ പോകാതെ മോക്ഷാവസ്ഥ വരില്ല. ഈശ്വര വേറൊരുത്തിന് മോക്ഷം കിട്ടിയല്ലോ, എനിക്ക് മോക്ഷം കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞാൽ തന്നെ മോക്ഷമില്ല. കമ്പാരിസൺ വന്നാൽ മോക്ഷമില്ല, മരണഭയം ഉണ്ടെങ്കിൽ മോക്ഷമില്ല. എന്തും ഈ ഭയത്തിലാണ്. ഇത് പോകാനാണ്. അതുകൊണ്ടാണ് ഈ അഭയമുദ്രയ്ക്ക് ഇത്രയ്ക്ക് പ്രാധാന്യം. ഈ അഭയം പിടിച്ചു നിൽക്കുന്നത് എല്ലാ ദേവതകളും അവർ വരം പിടിച്ചില്ലെങ്കിൽ അവർ അഭയം പിടിക്കും. അഭയത്തിന് ഇത്ര പ്രാധാന്യം അതുകൊണ്ടാണ്. അപ്പം മോക്ഷം എത്തിച്ചേരേണ്ട ഒരു സ്ഥലമല്ല, ഭയത്തിൻ്റെ അവസാനമാണെന്ന് വേദസ്തുതി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഞാനിതിലേക്ക് കൂടുതൽ അതിൻ്റെ ശ്ലോകങ്ങളൊന്നും ചൊല്ലി പോവാത്തതാണ്. കാരണം അതൊന്നും പറയാനുള്ള അർഹത നമുക്കില്ല. ഇവിടെ ഇരുത്തിയത് തന്നെ ഗുരുവായൂരപ്പൻ. ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തിയും ഏറ്റവും ഉന്നതമായിട്ടുള്ള അറിവും ചെന്നെത്തണത് ഒരൊറ്റ സ്ഥലത്ത് തന്നെയാണെന്നും പറഞ്ഞിട്ടാണ് വേദസ്തുതി അവസാനിക്കുന്നത്. ഈ രണ്ട് വഴിയിൽ എവിടെ പോയാലും നിങ്ങൾ എത്തണത് ഒരൊറ്റ സ്ഥലത്ത്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ മാതിരി ഒരു കുളത്തിലേക്ക് അനവധി വഴികൾ. നിങ്ങൾ ആ തെക്ക് വശത്ത് നിന്ന് വരുന്നു, ഞാൻ വടക്ക് വശത്ത് നിന്ന് വരുന്നു, വേറൊരാൾ കിഴക്കുന്ന് വരുന്നു, എടുത്തു കുടിക്കണത് ഒരേ വെള്ളം. എന്തിനാ ഞാൻ വരണ വഴി ശരിയെന്ന് മാത്രം പറഞ്ഞ് തമ്മിൽ തല്ലണത്? എത്ര മനോഹരമായിട്ടൊരു ചോദ്യമല്ലേ? അതേപോലെ ഏറ്റവും ഉയർന്ന അറിവും ഏറ്റവും ഉയർന്ന ഭക്തി ചെല്ലുന്നത് ഒരൊറ്റ സ്ഥലത്താണ്, അത് ഭഗവാനാണ്. ഇതിൻ്റെ തിരിച്ചറിവാണ് വാസ്തവത്തിൽ നാരായണീയം. ഭട്ടതിരി തുടങ്ങി വെക്കണത് അറിവിനെ പ്രകർഷണ പറഞ്ഞുകൊണ്ടാണ്, അവസാനിക്കണത് ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ടും അവസാനിപ്പിക്കുന്നു. ഇത്ര ഭംഗിയായിട്ടാണ്. അതായത് ലൗകികമായിട്ടുള്ളൊരു അറിവിൻ്റെ ആ പവറിൽ നിൽക്കുന്ന ഒരാൾ, അദ്ദേഹം പഠിച്ചിട്ടുള്ള തിയറിറ്റിക്കൽ വേദാന്തത്തിൽ നിന്നും അദ്ദേഹത്തിന് കുറേ ദ്വൈത ഇൻഫ്ലുവൻസുകളുണ്ട്. മധ്വൻ അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ആളാണ്. അത് ശ്രദ്ധിച്ചാൽ കാണാറുണ്ട് നാരായണീയം വായിക്കുമ്പോൾ. പക്ഷേ എല്ലാ സ്കൂളുകളെയും മൂപ്പർ അവസാനം മാറ്റിവെച്ച് ആ 100ാമത്തെ ദശകം എത്തുമ്പോൾ ഏതൊരവസ്ഥയിലാണ് ആ പരമാനന്ദ സന്തോഹലക്ഷ്മി എന്നുള്ള ഒരൊറ്റ വാക്കിൻ്റെ ഉള്ളിൽ അദ്ദേഹം കൊണ്ടുപോയിട്ടത് അനുഭവമാക്കിയിട്ടാണ് മാറ്റണം. 100ാമത്തെ ദശകമാണ് ഭട്ടതിരിയുടെ അനുഭവം. അതുകൊണ്ട് അതിൻ്റെ അപ്പുറം എഴുതാൻ, അല്ലാണ്ട് 100 നല്ലൊരു സംഖ്യയാണ്, ഞാൻ നിർത്തിയേക്കാം എന്ന് പറഞ്ഞിട്ട് നിർത്തിയതല്ല. അദ്ദേഹം ശരിക്കും എഴുതിയൊന്നും അവസാനിപ്പിച്ചിട്ടില്ല. 99ാമത്തെ ദശകം കണ്ടറിയാം അദ്ദേഹം എവിടെ എത്തിയിട്ടുണ്ടായില്ല. പെട്ടെന്ന് അങ്ങോട്ട് ഭഗവാൻ അവിടെ വന്നിട്ട് മതി, ഇനഫ്, സ്റ്റാമ്പ് അടിച്ചു കൊടുത്തു. അങ്ങനെ ഉണ്ടായതാണ്. തിയറിയിൽ തുടങ്ങി പ്രാക്ടിക്കൽ അവസാനിക്കുക എന്ന് പറയും. അപ്പം ഇന്ന് നമ്മൾ ഏത് മാർഗമാണ് ശ്രേഷ്ഠം എന്ന് ചോദിക്കരുത് വേദസ്തുതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. ആ ചോദ്യം തന്നെ അപ്രസക്തമാണ് വേദസ്തുതിയുടെ മുന്നിലെന്നാണ് പറയുന്നത്. അതിൻ്റെ സഹായത്തോട് കൂടിയിട്ട് കുറച്ചുകൂടെ ആഴത്തിലൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. അഹങ്കാരം പക്ഷം പിടിക്കണത് നിർത്തുമ്പോൾ, എൻ്റെ വഴിയാണ് ശരി, ഞാൻ പഠിച്ചതാണ് ശരി, എൻ്റെ ഗുരു പറഞ്ഞതാണ് ശരി, ഞാൻ ഇന്നേ വരെ കേട്ടതേ ശരിയുള്ളൂ, ഞാൻ പോകുന്ന ക്ഷേത്രത്തിലെ ശരിയായിട്ടുള്ള ആരാധനയുള്ളൂ, ഇങ്ങനെ ഒക്കെ പക്ഷം പിടിക്കുന്ന അഹങ്കാരമാണ്. അവിടെ ഞാൻ നമ്മൾ പക്ഷം പിടിക്കണമെന്ന് പറയില്ല, അഹങ്കാരം പക്ഷം പിടിക്കുമ്പോൾ. അഹങ്കാരം പക്ഷം പിടിക്കുമ്പോൾ ആ പിടിക്കണ പരിപാടി നിർത്തുമ്പോൾ സത്യം എങ്ങനെയാണ് സ്വയം ഉള്ളിൽ പ്രകാശിക്കുന്നത്? അല്ലാണ്ട് എത്ര സപ്താഹം കേട്ടിട്ടും നമ്മുടെ ഉള്ളിൽ സത്യം പ്രകാശിക്കില്ല. വ്യാസമഹർഷി ചില സ്ഥലങ്ങളിൽ പരിഹാസം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഗീതയുടെ 2ാമത്തെ ചാപ്റ്റർ അങ്ങനെയാണ്. സാഖ്യം ശരിക്ക് മൂർച്ചയുള്ള പരിഹാസശരങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്ക്. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് കെട്ടുകാഴ്ചയായി മാറിയിരുന്ന സന്യാസധർമ്മത്തിനൊക്കെതിരെ ഭഗവാന്റെ തന്നെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൻ്റെ വേറെ റിഫ്ലക്ഷൻസ് നമുക്ക് ഭാഗവതത്തിലും കാണാൻ സാധിക്കും.
അപ്പം പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് വേഷം കെട്ടണമെന്നുള്ളതൊന്നുമല്ല, എന്ത് വേഷം കെട്ടിയാലും അവിടെ അഹങ്കാരം പക്ഷം പിടിക്കും. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ, മുമ്പ് ആചാര്യൻ പറഞ്ഞതുപോലെ, ഞാൻ അഹങ്കാരമില്ലാത്തവനാണെന്ന് പറയണതിൻ്റെ അഹങ്കാരം, ഞാൻ വിനയാന്വിതനാണ് എന്ന് പറയണത് ഒരു അഹങ്കാരം. ആ അഹങ്കാരം പോലും ഇല്ലാതാകുമ്പോൾ സത്യം എങ്ങനെ താനെ ഒരു എഫർട്ടും ഇല്ലാണ്ട്, ഒരു പുസ്തകവും വായിക്കാണ്ട്, ഒരു സാധനയും ചെയ്യാണ്ട് എങ്ങനെയാണ് തന്നെ തെളിഞ്ഞു വരുന്നത്? ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു, വീട്ടുജോലിക്കാരനും ബന്ധുവായിരുന്നു, ലാട്ടു മഹാരാജ്. എഴുതാനും വായിക്കാനും പോലും അറിയില്ല. ശ്രീരാമകൃഷ്ണദേവൻ്റെ ഇത്രയും ശിഷ്യന്മാരിൽ അദ്ദേഹത്തിന് ഒരു പ്രധാന സ്ഥാനമുണ്ട്. അദ്ദേഹം സമാധി അനുഭവിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കണ്ണപ്പൻ്റെ ഒക്കെ കഥ നമുക്ക് പറയാം. അനവധി മഹാത്മാക്കളുണ്ട് നിരക്ഷരരായിരുന്നവർ. നന്ദനാർക്കൊന്നും എഴുത്തും വായന അറിയില്ലായിരുന്നു, മനോഹരമായിട്ടുള്ള പദ്യങ്ങൾ രചിച്ചിരുന്ന ആൾക്കാർ. അതൊക്കെ മാറ്റി നിർത്തി. നമ്മൾ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഗോപസ്ത്രീകളുടെ കാര്യം, ഗോപന്മാരുടെ കാര്യം, അവർക്ക് എന്താ ഉണ്ടായിരുന്നു? അവർക്ക് പാണ്ഡിത്യം ഉണ്ടായിരുന്നു, മന്ത്രം അറിയായിരുന്നു, സ്തോത്രം അറിയായിരുന്നു, ഒന്നും അറിയില്ല, സ്നേഹിക്കാൻ മാത്രം അറിയാം. അപ്പോൾ അഹങ്കാരം പക്ഷം പിടിക്കണം നിർത്തുകയാണ്. അത് ഭഗവാന്റെ കാര്യത്തിൽ അഹങ്കാരം പക്ഷം പിടിച്ചാൽ അത് അതിലേറെ അപകടമാണ്. അതുകൊണ്ടാണ് ഈ നമുക്ക് മനോഹരമായിട്ടുള്ള ബ്രഹ്മരഗീതം പോലുള്ള ഭാഗങ്ങളൊക്കെ കിട്ടിയത്. അഹങ്കാരം പക്ഷം പിടിച്ചാൽ ഭഗവാന്റെ അഹങ്കാരം, ഭഗവാനെ ചൊല്ലിയുള്ള അഹങ്കാരം പക്ഷം പിടിച്ചുകൊണ്ട് സംഭവിച്ചാണ് അതൊക്കെ. ഉദ്ധവന് പോലും ആ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ഉദ്ധവൻ ഭഗവാന്റെ രൂപത്തിൽ കുടുങ്ങിക്കിടന്നവനായിരുന്നു. ആ കുടുങ്ങിക്കിടക്കലിനെ പൊളിക്കാനാണ് ആ ഏകാദശം മുഴുവൻ പറഞ്ഞതും നിർബന്ധിച്ചിട്ട് ബദരിക്ക് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഭഗവാന്റെ രൂപമായി മാറും. ആദ്യം കിട്ടണമാണ്. ആദ്യം നമ്മൾ അദ്ദേഹത്തിൻ്റെ ലോകത്തെത്തും, സാലോക്യ സമാധി എന്ന് പറയും, അല്ലെങ്കിൽ സാലോക്യമുക്തി. പിന്നെ അടുത്തെത്തും, ഭഗവാന് ചായ ഉണ്ടാക്കി കൊടുക്കാം, കാലൊക്കെ തിരുമ്മി കൊടുക്കാം, സാമീപ്യമുക്തി. അത് കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയായി മാറും, ഭഗവാന്റെ രൂപം കിട്ടും, സാരൂപ്യമുക്തി എന്ന് പറയും. ഇത് മരിച്ചിട്ട് കിട്ടണമെന്നല്ല, ഇവിടെ തന്നെയാണ്. ഭഗവാന്റെ ഭക്തരോടൊപ്പം നടക്കുക, ഭഗവാന്റെ സത്സംഗങ്ങളിൽ പങ്കുകൊള്ളുക, സദാ അതിൽ വർദ്ധിച്ചാൽ സാലോക്യായി. അതാണ് ഭഗവാന്റെ ലോകം, ഭക്തന്റെ ലോകം. ഭക്തലോക കമനീയ രൂപ കമനീയ കൃഷ്ണ പരിവാഹിമാന്നല്ലേ ഭട്ടതിരി. ആ ഭക്തലോകത്തിൽ കൂടെ മാത്രമേ, ഭക്തിയുടെ ലോകത്തിൽ കൂടെ മാത്രം കിട്ടണ ഒരാളെ ആ അതിൻ്റെ ചർച്ചകൾ നടക്കുന്ന സ്ഥലത്താണ് കിട്ടുക. അതന്നെ ഭഗവാന്റെ ലോകം. ഇതാണ് ഭഗവാന്റെ ലോകം. ഇവിടെ സത്സംഗം നടക്കും, ഇവിടെ ഭഗവാന്റെ ലോകം. ഇതിനോട് ചേർന്നിരുന്നാൽ തന്നെ സാലോക്യായി. അങ്ങനെ സാലോക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സദാ ഭഗവാനെ ചിന്തിക്കാനുള്ളൊരു അവസരം വരും. കാരണം ഈ സത്സംഗം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, എപ്പോഴും സത്സംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സാമീപ്യമായി. മനസ്സിനെ ഭഗവാനോട് ചേർത്ത് വെച്ചാൽ സാമീപ്യമായി. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അവസാനം മനസ്സ് ഭഗവാന്റെ സ്വരൂപമായി മാറും. നമ്മളിപ്പോൾ ഈ നിമിഷം ചിന്തിക്കണ ചിന്ത എന്താണോ അതാണ് അപ്പോഴത്തെ മനസ്സ്. ഇപ്പോൾ ഗുരുവായൂരപ്പ എന്ന് വിചാരിച്ചാൽ ഗുരുവായൂരപ്പനാണ് മനസ്സ്. വിളക്ക് എന്ന് കണ്ടാൽ വിളക്ക് മനസ്സ്. ശംഖിൻ്റെ നാദം കേട്ടു, നിങ്ങൾ ശംഖിനെ കുറിച്ച് ചിന്തിച്ചു, ശംഖാണ് അപ്പോഴത്തെ മനസ്സ്. ഇനി ഒരു ദുർവിചാരം വന്നാൽ അതാണ് അപ്പോഴത്തെ മനസ്സ്. അതുകൊണ്ട് ഭഗവാൻ എന്നുള്ള ചിന്തയുടെ ലെങ്ത് കൂട്ടിയാൽ മതി. അപ്പോൾ ആ മനസ്സ് അങ്ങനെ ഭഗവാനായിട്ട് തന്നെ വർദ്ധിക്കും. അപ്പോൾ എന്തായി? സാരൂപ്യം വരും. ഒരുത്തനെ തന്നെ ചിന്തിച്ചിരുന്നാൽ വരുന്നതൊക്കെ അവനെന്ന് തോന്നുന്നു. മാത്രമല്ല, ഒരാളെ തന്നെ ധ്യാനിച്ചിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയാവും. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, വളരെ പ്രായമാകുമ്പോൾ ഒരുപാട് വർഷം ഒന്നിച്ച് മനപ്പൊരുത്തത്തോടു കൂടി ജീവിച്ച ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരേ ഛായ വരാമെന്ന് പറയും. ഇനിയുള്ള കാലത്ത് കാണില്ല. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോഴും ആ ജനറേഷൻസ് ഉണ്ട്. ഒരേ ഛായ ഉണ്ടാവും ഭാര്യയും ഭർത്താവിനെയും കണ്ടു കഴിഞ്ഞാൽ. സഹോദരങ്ങളാണോ തോന്നിക്കും. ഫീച്ചേഴ്സ് പോലും ചിന്തിച്ചിട്ടാണ്, ധ്യാനിച്ചിട്ട് ഒന്നാൽ. ഉദ്ധവൻ അങ്ങനെ മാറിയ ആളായിരുന്നു. ആ മാറിയ വ്യക്തിയെ അതിൽ നിന്നും കടത്തി ആ സാരൂപ്യത്തിലും കൊടുങ്ങരുത്, അവിടെ നിന്നും കടക്കണം. ഒന്ന് മോശമായതുകൊണ്ടല്ല, അടുത്ത ഘട്ടമാണ്. ഒരു ശരിന്ന് അടുത്ത വലിയ ശരിയിലേക്ക്, അതിൻ്റെ അടുത്ത വലിയ ശരിയിലേക്ക്. ഭഗവാന്റെ കാഴ്ചപ്പാടിൽ തെറ്റ് എന്നൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. മനുഷ്യനാണ് തെറ്റൊക്കെ. ഒരു ശരി, അതിനെക്കാട്ടിലും അടുത്ത മികച്ച ശരി, അതിനെക്കാട്ടിലും മികച്ച ശരി, അതിനെക്കാട്ടിലും മികച്ച ശരി. ആ മികച്ച ശരിയിൽ മികച്ച ശരി സഞ്ചരിച്ചെത്തുമ്പോൾ ഇതിൻ്റെ അകത്തൊക്കെയുള്ള ആത്യന്തികമായിട്ടുള്ള സത്യം മാത്രം വെളിപ്പെടും. പാലിൽ നിന്ന് വെള്ളം മാറ്റി പാലിൻ്റെ ഭാഗം മാത്രം വേർതിരിച്ചെടുക്കപ്പെടും. അപ്പോൾ പരമഹംസനാവും. അവിടെ പരമഹംസന്മാർക്ക് പറയപ്പെട്ടത് പരമഹംസന്മാരാൽ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത് ഭാഗവതത്തിന് അല്ലേ. പരമഹംസ സംഹിതയാണെന്നാണ് പറയുക. എങ്ങനെ മരിക്കാൻ പഠിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുത്താണ് 7 ദിവസം കൊണ്ട്. എങ്ങനെ മരിക്കാൻ പഠിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം 7 ദിവസം കൊണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു രത്നം വെച്ചല്ലേ പറ്റൂ. ഈ അടിസ്ഥാനമായിട്ട് 15 മിനിറ്റേ ഉള്ളൂ, എന്നാലും പറയാൻ മുഴുവൻ തത്വമൊന്നും പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കോർ സ്ട്രക്ചർ. ഈ കാഴ്ചപ്പാടിൽ വേണം വേദസ്തുതിയെ നമ്മളൊരു ഗൃഹസ്ഥൻ സമീപിക്കേണ്ടത്. അങ്ങനെ പോകുമ്പോൾ ഗുണം എന്താ വെച്ചാൽ
ഇപ്പം ഇങ്ങനെ പഠിച്ച് അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആചാര്യന്മാർ സപ്താഹവേദികളിലും സത്രവേദികളിലും ഒക്കെ അതിൻ്റെ ആ കോർ തത്വം എന്താണെന്ന് നമുക്ക് ഉള്ളിൽ വെളിപ്പെടാൻ തുടങ്ങും. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് പഠിക്കാണ്ട് എത്ര സംസ്കൃതജ്ഞാനം ഉണ്ടെങ്കിൽ പോലും വെറുതെ പദം ഛേദിച്ചിട്ടും നിരുക്തം പറഞ്ഞിട്ടും മാത്രം കൊണ്ട് കിട്ടില്ല. കാരണം ഇത് അനുഭവത്തിൽ വരേണ്ട സാധനമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഡുഗ്രഞ്ചകരനായിട്ടിരിക്കും. നമ്മുടെ ഭജഗോവിന്ദത്തിൽ പറഞ്ഞ മാതിരി എന്തിനാ വെറുതെ ഇപ്പം ആ അഭ്യാസത്തിലാണ് ഇപ്പം പല കോഴ്സുകളും വരണത്. ഇപ്പോൾ ദേവി മഹാത്മ്യം പഠിപ്പിക്കുക, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഗീത പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈ ഡുഗ്രഞ്ചകരനെ കളി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. നമ്മുടെ തൊട്ട് മുമ്പുള്ള തലമുറയിലെ ആചാര്യന്മാർ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ന്യൂ വേവ് വരുന്നുണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചിട്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് പഠിക്കാതെ നടക്കില്ല. അദ്വൈതമോ ഭക്തിയോ ഏതാണ് വലുത് എന്നുള്ള തർക്കത്തിൽ പക്ഷമേ പിടിക്കണില്ല. വേദസ്തുതി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക, അരക്കെട്ടുറപ്പിക്കുക. നമ്മളും പക്ഷം പിടിക്കണ്ട. നമുക്ക് പറഞ്ഞിട്ടുള്ള വഴി എന്താ? ആ തർക്കത്തിന് കാരണമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള കാരണങ്ങളെ അത് വളരെ സൈലൻ്റായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വേരറുത്ത് കളയുന്നു. ഒന്നാമത്തെ കാര്യം അത് പറഞ്ഞു തരും. ബ്രഹ്മത്തെ ഒരു വസ്തുവായിട്ട് കാണുമ്പോഴാണ് തർക്കം ഉണ്ടാവുന്നത്. അദ്വൈതവും ഭക്തിയും തമ്മിലുള്ള ആ ചേർച്ചയില്ലായ്മ, പുറമേ കാണുന്ന വൈരുദ്ധ്യം മുഴുവൻ സാധാരണ ഈ ബ്രഹ്മത്തെ വസ്തുവായിട്ട് കാണുന്നതിൻ്റെ തർക്കത്തിൽ നിന്ന് ഉണ്ടാവണം. അതാണ് അതിൻ്റെ ഫസ്റ്റ് പ്രശ്നം. അദ്വൈതം പറയും ബ്രഹ്മം നിർഗുണമാണ്, രൂപമില്ലാത്തതാണ്, അറിവ് കൂടെയാണ് കിട്ടേണ്ടതെന്ന്. ഭക്തി പറയും ഭഗവാൻ എല്ലാ ഗുണങ്ങളും ഉള്ളവനാണ്, അതിൽ സത്വഗുണമാണ് ഭഗവാന്റെ സ്വരൂപം, രൂപമുള്ളവനാണ്, സ്നേഹത്തിൽ കൂടെ മാത്രമേ ഭഗവാനെ കിട്ടുള്ളൂ എന്ന് പറയും. ഇങ്ങനെ രണ്ട് വരട്ടുവാദന്മാരി അതിനെ ഫാനറ്റിക്കായിട്ട് പറഞ്ഞാൽ അതിനെ തല്ലി തകർന്നു കളയും വേദസ്തുതി. ഇത് രണ്ടും സത്യമാണോ എന്ന് വെച്ചാൽ ആണ്, പക്ഷെ ബലം പിടിക്കരുത്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞ ഭക്തി ഇൻ ഇറ്റ്സ് ലോവർ സ്ട്രാറ്റ ക്യാൻ എമൗണ്ട് ടു ഫാനാറ്റിസിസം. ഭക്തി താഴത്തെ തട്ടിൽ മതഭ്രാന്താവും എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴും നമുക്ക് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. വേദസ്തുതി ആ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഒരു വരിയുണ്ട്, ബ്രഹ്മൻ ബ്രഹ്മണ്യ നിർദ്ദേശിയെ നിർഗുണേ ഗുണവൃത്തയ. ബ്രഹ്മം എന്നത് നിർദ്ദേശിക്കാൻ കഴിയുന്ന ഒരു വസ്തുവല്ല, ഒന്നിനോട് ഉപമിക്കാനോ വിവരിക്കാനോ പറ്റില്ല എന്ന് അവിടെ എഴുതി അങ്ങോട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ അടിസ്ഥാന അർത്ഥം എന്താ? അത് രൂപമില്ലാത്തതാണെന്നും പറയണ്ട, രൂപമുള്ളതാണെന്നും പറയണ്ട. നിങ്ങളങ്ങനെ ചാടിക്കയറിയിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് പോകണ്ട. കൺക്ലൂഷനിൽ പോയാൽ അത് മനസ്സിൻ്റെയാണ്. മനസ്സ് കളിക്കുമ്പോഴാണ് നമ്മളൊരു തീരുമാനത്തിലെത്തുന്നത്, നിഗമനത്തിലെത്തുന്നത്. മനസ്സില്ല എന്നുണ്ടെങ്കിൽ അനുഭവിച്ചിട്ടിരിക്കുള്ളൂ. നിഗമനില്ല. ഞാൻ അനുഭവിച്ചത് ഇതാണ് എന്ന് പറയാൻ പറ്റില്ല. എന്തു പറയും? മധുരത്തിനെ ഡിസ്ക്രൈബ് ചെയ്ത് നോക്കൂ, ആബ്സല്യൂട്ടായിട്ടുള്ള ഒന്നിനെ ഡിസ്ക്രൈബ് ചെയ്യും. കയപ്പിനെ ഡിസ്ക്രൈബ് ചെയ്ത് നോക്കൂ, നമ്മളൊരു കയപ്പയ്ക്ക പോലെയാണ്. അപ്പോഴും കമ്പയർ ചെയ്യണം. ആ കയപ്പയ്ക്ക കഴിക്കാത്ത ഒരാൾക്ക് എന്ത് കയപ്പയ്ക്ക? സായിപ്പ് ചോദിക്കണം വാട്ട് ഈസ് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയപ്പയ്ക്ക കയപ്പയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? അതുപോലെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ചോദ്യം സഗുണമാണോ നിർഗുണമാണോ എന്നല്ല, മറിച്ച് വിവരണങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിൽക്കണ ഒന്നിനെ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു വഴിയിൽ കൂടെ നമുക്ക് സമീപിക്കാൻ സാധിക്കുക, അതാണ് ചോദ്യം. അപ്പം ബ്രഹ്മം എവിടെയോ ഉള്ള ഒന്നാണെന്ന് നമ്മൾ കരുതുമ്പോഴും, എപ്പോഴൊക്കെ അങ്ങനെ കരുതുന്നുണ്ടോ, അതൊരു വസ്തുവാണെന്ന് കരുതുന്നുണ്ടോ, അപ്പോഴൊക്കെ അദ്വൈതവും ഭക്തിയും തമ്മിൽ തല്ലിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ അറിവ് നേടുന്നവനും അറിയപ്പെടുന്ന വസ്തു എന്നുള്ള രണ്ട് വേർപിരിയലിന് മുമ്പേ ഉള്ളതാണ് ബ്രഹ്മം. നമ്മൾ പറയും ഒരു കാഴ്ചയുണ്ട്, ആ കാണുന്ന ഒരാളുണ്ട്. കാഴ്ചയും കാഴ്ചക്കാരനുമായിട്ട് സെപ്പറേഷൻ ഉണ്ടാവണതിന് മുൻപ് ഇതൊക്കെ ഒന്നായിരുന്നു. അതാണ് ബ്രഹ്മം. ഇത് ശ്രീവിദ്യ പോലുള്ള സമ്പ്രദായങ്ങൾ വന്ന ത്രിപുടി എന്ന് പറയും. കാണുന്ന ആള്, കാണപ്പെടുന്ന വസ്തു, ആ കാഴ്ച, ആ നോട്ടം, ഇത് മൂന്നും ഒന്നാവുത്രേ. ഇതന്നെ ഭഗവാൻ പറയണത്. ഒരു വിളക്കുണ്ടെന്ന് നോക്കുമ്പോൾ അതവിടെയുണ്ട്, അത് നോക്കിക്കൊണ്ടിരുന്നാൽ അത് സ്ഥിതി ചെയ്യുന്നുണ്ട്, കണ്ണെടുത്ത് അത് സംഹരിക്കപ്പെട്ടു, സൃഷ്ടിക്കപ്പെട്ടു എന്ന് തോന്നലാണത്രേ. ഈ വിളക്ക് ഇവിടെ ഞാൻ കണ്ണെടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടല്ലോ എന്ന് പറയരുത്. നമ്മൾ നോക്കുമ്പോഴേ നമുക്കത് അവിടെ ഉള്ളൂ. വെറുതെ വൃഥാവാദം കൊണ്ടുവരരുത്. നമ്മൾ നോക്കുമ്പോഴേ വിളക്ക് അവിടെ ഉള്ളൂ. നമ്മൾ നോക്കാത്തടത്തോളം ആ വിളക്ക് അവിടെ ഉണ്ടോ ഇല്ലോ എന്നുള്ള വിഷയമല്ല. ഭഗവാൻ ഉദ്ധവൻ്റെ അടുത്ത് സൂചിപ്പിക്കുന്നതാണ്, സൃഷ്ടിച്ചു എന്ന് തോന്നിപ്പിക്കുന്നത് ബ്രഹ്മാവിൻ്റെ മായ, സ്ഥിതി ചെയ്യിപ്പിക്കണമെന്ന് തോന്നിപ്പിക്കുന്നത് വൈഷ്ണവിയുമായ, സംഹരിച്ചു എന്ന് തോന്നിപ്പിക്കുന്നത് ശാങ്കരിയുമായ. വാസ്തവത്തിൽ ഒന്നും സൃഷ്ടിച്ചിട്ടുമില്ല, ഒന്നും നിലനിൽക്കുന്നുമില്ല, ഒന്നും നശിച്ചിട്ടുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, താൻ മാത്രമേ ഉള്ളൂ. അവിടെ താൻ എന്ന് പറയുന്നത്
ദേവകി പ്രസവിച്ച ശരീരത്തിനല്ല, സത്യത്തെ അറിഞ്ഞ ഒരു മഹാത്മാവിൻ്റെ വാക്കായിട്ടത് കാണണം. അവിടെ ഭഗവാനെ ഭഗവാനായിട്ട് കാണുന്നതിന് പകരം അനുഭവസിദ്ധനായിട്ടുള്ള ഒരാളായിട്ട് കാണുമ്പോഴേ നമുക്ക് ഗുണമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അപ്പുറത്ത് ഭക്തി മാത്രം ജ്ഞാനം വേണ്ട എന്ന് പറയണ വഴിക്ക് വീഴലിലേക്ക് നമ്മൾ പോകും. ഭഗവാനെ വെറും അനുഭവസിദ്ധൻ മാത്രമായിട്ട് കണ്ടാൽ ഭക്തിയുടെ ആർദ്രത നമുക്ക് ഇല്ലാണ്ടിയും പോകും. ഈ മിഡിൽ പാത്ത് പിടിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമില്ല. കാരണം നമുക്ക് ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗത്ത് നിന്നിട്ടുള്ള ശീലമാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് പിടിക്കണം. ഞങ്ങൾ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന വഴിക്കാരാണ്, അല്ലെങ്കിൽ ഇന്ന തറവാട്ടുകാരൻ, ഇന്ന ദേശം, എന്തെങ്കിലും ഒരു 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 കമ്പാർട്ട്മെൻറ്റ് കയറിയില്ലെങ്കിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി പ്രശ്നമാണ്. ഇത് പൊളിക്കലാണ് ഭഗവാന്റെ ജോലി. അപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കണതാണ്, എവിടെ ഉള്ളതാണ് എന്ന് ഉള്ളൊരു വസ്തുവാണെന്ന് പറയുമ്പോഴേ ഈ പ്രശ്നമൊക്കെ ഉള്ളൂ. അറിയപ്പെടുന്നവനും അല്ല അറിയപ്പെടുന്ന വസ്തുവും അറിവ് നേടുന്നവനും ആ അറിവ് എന്താണെന്ന് അറിയണവനും എന്നുള്ള വേർതിരിവിന് മുൻപേ എന്തുണ്ടോ അതാണ് ബ്രഹ്മം എന്നാണ് വേദസ്തുതി പറഞ്ഞത്. ഇത് മനസ്സിലാക്കണ നിമിഷം അവിടെ സകല തർക്കങ്ങളും അവസാനിച്ചു. അവിടെ തർക്കം അവസാനിച്ചു. ഇത് സ്നേഹിച്ചിട്ടാണോ അറിയേണ്ടത്, അതോ ഇനി അഭ്യാസത്തിൽ കൂടെയാണോ അറിയേണ്ടത്, അന്വേഷിച്ചറിയണ്ടോ, ഇതൊക്കെ അവസാനിച്ചു. നീ അന്വേഷിച്ചാലും ശരി, സ്നേഹിച്ചാലും ശരി, ഇത് അവിടെ ഇട്ടു. അത് അതിന് മുമ്പുണ്ട്, ഇപ്പോഴുണ്ട്, നാളെയും ഉണ്ടാവും. അതിന് കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം. വിട്ടുനിൽക്കുന്നതാണ്, എല്ലാ കാലത്തും വിട്ടുനിന്നിട്ടുള്ളതാണ്. രണ്ട് വേദങ്ങൾ ബ്രഹ്മത്തെ വിവരിക്കാനായിട്ട് ശ്രമിക്കുന്നതിൽ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സാധിക്കില്ല, ഞങ്ങൾ ഫെയിലിയറാണ്, ഞങ്ങൾക്ക് അങ്ങേ വിവരിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകളെ വേദസ്തുതി മാറ്റിത്തരും. അദ്വൈതം പലപ്പോഴും പറഞ്ഞത് നേതി നേതി, ഇതല്ല 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 പറയും. ഭക്തി വേറൊരു തീയാണ് പറയുക, സ്തുതി. ഭക്തിക്ക് സ്തുതി, ഇതിന് നേതി. ഇവിടെ നേതി, അവിടെ സ്തുതി. നേതി സ്തുതി, നേതി സ്തുതി. ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ടാണ് നമ്മുടെ കളി. ഒന്നുമില്ല പറയും ഇതല്ല അതല്ല 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 എന്ന് വേദാന്തം പറയും. ഇല്ലെങ്കിൽ ഇവിടെ സ്തുതിച്ചോണ്ട് 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 പുകഴ്ത്തി 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 പറയും. വേദസ്തുതിയെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒന്നാണ്. നേതി നേതിയും സ്തുതിയും ഒന്നായി മാറുന്ന കാഴ്ചയാണ്. ക്വചിത് അജയ ആത്മനാജ ചരതോനു ചരേന്നിഗമ. വേദങ്ങൾ ഭഗവാനെ പിന്തുടരുന്നത് നിഷേധത്തിൽ കൂടെയാണ്. അതായത് ഭഗവാൻ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടാണ്. ഒടുവിൽ സത്യം വ്യക്തമാവണ സമയത്ത് എന്താ മധുരെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് വായമൊഴി മിണ്ടാതിരിക്കും. ഞങ്ങൾ തോറ്റു. ഇതല്ല ഇതല്ല എന്ന് പറയാനേ നമുക്ക് സാധിക്കുള്ളൂ. ഇതാണ് എന്ന് പറയാൻ സാധിക്കില്ല. ഇതാണെന്ന് പറഞ്ഞാൽ അത് വിവരിക്കേണ്ടി വരും. എങ്ങനെ വിവരിക്കും? അവിടെ തോറ്റു. അതുകൊണ്ട് ഇതല്ല 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 എന്ന് പറഞ്ഞ് മൗനത്തിലെത്തുമ്പോൾ ആ തർക്കവും അവിടെ അവസാനിച്ചു. അതുകൊണ്ട് അദ്വൈതത്തിൽ ഇതല്ല അതല്ല എന്ന് നിഷേധിക്കണത് വെറുതെ യുക്തി പറച്ചിലല്ല, നമ്മൾ ബുദ്ധി കൊണ്ടുള്ള അഭ്യാസമല്ല. അത് ബ്രഹ്മത്തോടുള്ള ആദരവ് കലർന്നിട്ടുള്ളൊരു പിൻവാങ്ങലാണ്. നമ്മൾ വലിയ വളരെ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഒരു പടി ഒന്ന് പുറകിലേക്ക് നിൽക്കില്ലേ? അവർ വേദം ഭഗവാനെ കാണുമ്പോൾ എന്തിനും ഡിഫൈൻ ചെയ്യാൻ കഴിവുള്ള ആളാണ് വേദം. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെ കുറിച്ചിട്ട് അതിനൊരു അഭിപ്രായമുണ്ട്. പക്ഷെ ഭഗവാനെ കാണുമ്പോൾ നിശബ്ദനായിട്ട് 3 ചോട് പുറകോട്ട് നിൽക്കണം. അത് മനസ്സിലാക്കിയാൽ മതി. ഭക്തിയിലെ സ്തുതി എന്ന് പറയണതോ അത് വെറും വികാരപ്രകടനമല്ല. സ്തുതിക്കുമ്പോഴും പറഞ്ഞ ഭഗവാനെ ഞാൻ എത്ര വാക്കുകൾ കൊണ്ട് സ്തുതിച്ചാലും മതിയാവില്ല എന്ന് പറയുന്നത് ഭാഷയുടെ പരിമിതി പറയുകയാണ്. ഭാഷയുടെ പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആ തന്നെത്താനുള്ളൊരു പറച്ചിലാണ് വാസ്തവത്തിൽ സ്തുതി. അവിടെ വാക്കുകളും പരിമിതിയാണ്. വേദം എന്താ ചെയ്ത് വേദം മിണ്ടാണ്ട് വന്നു, വാക്കുകൾ പരിമിതപ്പെട്ടു എന്ന് പറയാറിയില്ല. നേതി 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 കൊണ്ട് അവസാനം തിരിച്ചറിഞ്ഞപ്പോൾ മിണ്ടാണ്ടിരുന്നു. ഇവിടെ സ്തുതിച്ചിട്ട് എത്ര സ്തുതിച്ചാലും മതിയാവില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവസാനം മിണ്ടാണ്ടിരിക്കുന്നു. രണ്ടും അവസാനം മൗനത്തിൽ ചെന്ന് നിൽക്കണു. മൗനം സത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ദക്ഷിണാമൂർത്തിയെ കാണണം അവിടെയാണ് നമ്മൾ. നോക്കൂ, രണ്ടിൻ്റെയും വഴി ഒന്നാണ്. രണ്ടും മൗനത്തിലെത്തിക്കണേ. സ്തുതിച്ച് അവസാനം അങ്ങനെ ഇരുന്നു പോകും അല്ലേ? കണ്ണീരൊഴുക്കി ലയിച്ചങ്ങനെ ഇരിക്കും. മൗനത്തിലാണ് പോണത്. ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പറഞ്ഞു അല്ല 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 അവസാനം ഇതാണ് പറയുമ്പോൾ പിന്നെ മിണ്ടാണ്ടായി. ഞാൻ ഒന്നുകൂടെ മനസ്സിലാക്കാനുള്ള സമയമെടുത്തു. അതൊന്നും പറയണ സമയം ഇല്ലാഞ്ഞിട്ടും ഈ 2 പാതകളും അതുകൊണ്ട് മൗനത്തിൽ പൂർണ്ണമാവും. അതുകൊണ്ട് വേദസ്തുതി പറയുക, യഥാർത്ഥത്തിൽ ഭക്തി അവസാനിക്കുന്ന യഥാർത്ഥ ഭക്തി എവിടെയാണ് അവസാനിക്കണത്? എവിടെയാണ്? അവിടെ തന്നെയാണ് അദ്വൈതം അവസാനിക്കണത്. മൗനത്തിലാണ് അവസാനിക്കുന്നത്. എനിക്ക് തോന്നുന്നു നേരത്തെ വിമൽജി മൗനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഗുരുവായൂരപ്പൻ ഇവിടെ ഇപ്പോൾ പറയാൻ പോണതിന് ഒരു ഇൻട്രൊഡക്ഷൻ പറയിപ്പിച്ച പോലെയാണ് അദ്ദേഹം പറഞ്ഞത്.
മൗനാണ്, സൈലൻസ്, ഇൻറ്റേർണൽ സൈലൻസ്. അത് കിട്ടാനാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. ഈ ബഹളങ്ങളുടെ ഒക്കെ പുറത്ത് അകത്ത് ആ ശാന്തത കിട്ടുക എന്നുള്ളതാണ്. അദ്വൈതം അവസാനിക്കുന്നത് അവിടെയാണ്, ഭക്തി അവസാനിക്കുന്നതും മൗനത്തിലാണ്. നമ്മൾ പറയില്ലേ, വാക്കുകൾ കിട്ടാണ്ട് സ്തുതിക്കാൻ അറിയാണ്ട് ഞാൻ ഇരുന്നു നിശബ്ദനായിട്ട്. ബുദ്ധി കൊണ്ടുള്ള വ്യായാമം കൊണ്ട് ജ്ഞാനമാർഗത്തിൽ അതല്ല അതല്ല ഇതല്ല 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 അങ്ങനെ പറഞ്ഞു അവസാനം തിരിച്ചറിയുമ്പോൾ അതും മിണ്ടാണ്ടിരിക്കും. എൻഡ് ഓഫ് ദി ഡേ മൗനത്തിലെത്തും. ഇത് മനസ്സിലാക്കിയാൽ മതി. മൂന്നാമത്തെ പറയുക, ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ ഗൃഹസ്ഥർക്ക് 5 മിനിറ്റ് ഉണ്ടെന്ന് പറയാം. നമ്മുടെയൊക്കെ ഒരു വിചാരമുണ്ട്, നിർഗുണോപാസന ചെയ്യണവർ കുറേ ഉയരത്തിൽ നമ്മൾ മാതിരി രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുന്നവർ രണ്ടാംകടയാണെന്ന് ഒരിക്കലും പറയരുതെന്നാണ് വേദസ്തുതി പറഞ്ഞത്. സഗുണോപാസന രണ്ടാംകട അല്ല, താഴ്ന്നതല്ല. അത് നിർഗുണത്തിലേക്ക് എത്താനുള്ളൊരു വഴിയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ദ്വൈതം ഒരു ചവിട്ടുപടിയാണ്, അടുത്ത ചവിട്ടുപടി വിശിഷ്ടാദ്വൈതമാണ്, അടുത്ത ചവിട്ടുപടി അദ്വൈതം. ഓരോ ചവിട്ടുപടിക്കും 1-ാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ പറയും. ആ 1-ാം തിരുപ്പടി ചവിട്ടിയല്ലേ രണ്ടാമത്തെ കയറാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ മഹാത്മ്യമുണ്ട്. 18-ാം പടിക്കാണ് മഹാത്മ്യം പറയും. 18-ാം പടിക്ക് നിങ്ങൾ ഇവിടുന്ന് ചാടുമോ? അങ്ങോട്ട് ഇല്ലല്ലോ. 1-ാം ചവിട്ടി, 2 ചവിട്ടി, 3 ചവിട്ടി, ഓരോ പടിക്കും റോളുണ്ട്. ഒരു പടി എടുത്ത് മാറ്റിയാൽ 18-ാം പടി ഇല്ല. അതുപോലെ 3 പടിയാണ്. ഈ 3 പടിയിൽ ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ സോപാനത്തിൻ്റെ അവലക്ഷണമായി. ഓരോ പടിക്കുമുണ്ട്. ഒന്നി ചവിട്ടി, അടുത്തേ ചവിട്ടി, അടുത്തേ ചവിട്ടി, അടുത്തേ ചവിട്ടിയിട്ടുണ്ട്. അതേപോലെ സഗുണം എന്നുള്ളതിൽ ചവിട്ടി കയറിയിട്ട് വേണം നിർഗുണത്തിലേക്ക് എത്താൻ. സഗുണം താഴ്ന്ന ഒന്നാണെന്നുള്ളതാണ് നമ്മൾ ഗൃഹസ്ഥർക്ക് പ്രത്യേകിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. അദ്വൈതം ചില സമയത്ത് സഗുണഭാവത്തിനെ, അത് ചില ആചാര്യന്മാർക്കും ഉണ്ട് അതിൽ ഒരു പങ്ക്. പൂർവ്വകാലത്തുള്ള ഗ്രന്ഥങ്ങളിൽ വരെ അത് കാണാൻ പറ്റും. എന്തോ സഗുണം ഒരു വിട്ടുവീഴ്ച പോലെ പറയും. നിർഗുണത്തിൽ എത്തണമെങ്കിൽ സഗുണം വേണം, എന്നാ ഇതാണ് കേട്ടോ വലുത്. തൽക്കാലം ഒരു കോംപ്രമൈസ് ചെയ്യൂ. നിങ്ങൾ കുറച്ചു കാലമൊക്കെ ഭഗവാനെ രൂപത്തിൽ പൂജിക്കൂ, പിന്നെ തന്നെ ഉണ്ടായിക്കോളും എന്ന് പറയണ ഒരു രീതിയുണ്ട്. ഭക്തിയുടെ കാഴ്ചപ്പാട് നേരെ തിരിച്ചാ. ഭക്തി നിർഗുണഭാവത്തിനെ ഉടനെ തന്നെ ഭക്തന്മാർ പറയും, നിർഗുണം എന്ന് പറഞ്ഞാൽ നിർഗുണമായിട്ടൊരു വസ്തുവിനെ എങ്ങനെ സ്നേഹിക്കാനാണ്? സ്നേഹമില്ലാത്തതിനെ ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. വേദസ്തുതി ഇവരെ രണ്ടുപേരും പിടിച്ചു തള്ളും. വേദസ്തുതി ഇവർ രണ്ടുപേരും പിടിച്ചു തള്ളും. നിർഗുണമാണ് വലുത്, സഗുണം രണ്ടാം കടയാണ് പറഞ്ഞവൻ്റെ കഴുത്തിനും പിടിച്ചു തള്ളും. ഇപ്പുറത്ത് നിർഗുണം ഡ്രൈ ആണ്, സ്നേഹമില്ലാത്ത ഭക്തി എന്ത് ഭക്തി എന്ന് പറഞ്ഞിട്ട് തള്ളുന്ന ഭക്തിയുടെ മാത്രം മാർഗത്തിനും തള്ളിയിട്ട് പറയും യഥാമൃതിവ അവികൃത. 15-ാമത്തെ ശ്ലോകത്തിൽ വരണ വരിക നഹി വികൃതിം ത്യജന്തി കനകസ്യ തദാത്മതയാ. 26-ാമത്തെ ശ്ലോകത്തിൽ മണ്ണ് പാത്രമായി മാറിയാലും അതിൻ്റെ സ്വഭാവം മാറില്ല. സ്വർണം ആഭരണമായിട്ട് മാറിയാലും സ്വർണ്ണം അല്ലാണ്ടാവണില്ല. ഇത് പണ്ടത്തെ സ്വർണത്തിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ സ്വർണ്ണ ആഭരണമായിട്ട് പറഞ്ഞാൽ സൂക്ഷിക്കണം. 916 എന്നൊക്കെ പറയും. അതുപോലെ പരമമായിട്ടുള്ള സത്യം ഒരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും ഇനി വേറൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും, അത് തവളയായാലും ഗുരുവായൂരപ്പൻ ചട്ടിയെരുമയുടെ രൂപത്തിൽ വന്നാലും ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഏതോ ഒരു ഭക്തൻ ഭഗവാനെ കണ്ട എങ്ങനെ ഇരിക്കും ഇങ്ങനെ നിർബന്ധിച്ച് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പണ്ഡിതൻ ദേഷ്യം വന്നിട്ട് പറഞ്ഞു അത്ര ചട്ടിയെരുമയുടെ രൂപത്തിലിരിക്കുന്നത്. അവൻ അങ്ങനെ ഉപാസിച്ചു, ചട്ടിയെരുമയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു, എരുമയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഗുരുവായൂരപ്പൻ. ഭഗവാൻ ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും അദ്ദേഹത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഒരു കുറവും വരുന്നില്ല. ഇതുകൊണ്ടാണ് നമ്മൾ മനുഷ്യൻ നമ്മുടെ ഒരു മുടിനാര്, ഒരു നഖം എന്ന് പറയുമ്പോൾ എൻ്റെ മുടിനാര്, എൻ്റെ നഖം എന്നേ പറയുള്ളൂ. പക്ഷെ ഭഗവാന്റെ മുടിനാരോ നഖം എന്ന് പറഞ്ഞത് ഭഗവാനാണ്. ഭഗവാന്റെ ഓരോ അംഗത്തിനും പൂർണ്ണം. അതുകൊണ്ടാണ് മധ്വാചാര്യർ ഹരിവായുസ്തുതിക്ക്, ത്രിവിക്രമ പണ്ഡിതാചാര്യൻ്റെ ഹരിവായുസ്തുതിക്ക് ഗുരുനാഥ എനിക്ക് ഇതിനൊരു മുഖവര എഴുതി തരണം പറഞ്ഞപ്പോൾ 2 ശ്ലോകം എഴുതി കൊടുത്താൽ നഖസ്തുതി എഴുതി കൊടുത്തത്. നരസിംഹത്തിൻ്റെ ചെറുവിരലിൻ്റെ ഒരു ചെറിയ നഖത്തിനെ 2 ശ്ലോകം കൊണ്ട് സ്തുതിച്ചു. പാന്തുസ്മാൻ പുരൂത വൈരി ബലവൻ വാതങ്കമാധ്യഘട എന്ന് പറഞ്ഞ് തുടങ്ങണ 2 ശ്ലോകം കൊണ്ട് നിർത്തിയിട്ട് പിന്നെ മിണ്ടാണ്ടിരുന്നു. കാരണം ആ ചെറുവിരലിലുള്ള ചെറിയ നഖത്തിനെ സ്തുതിച്ചാൽ മതി, നരസിംഹത്തിനെ മുഴുവൻ സ്തുതിച്ചതിന് തുല്യേ. നമുക്കാണ് ഭഗവാന്റെ പൊട്ട് പൊടി എന്നൊക്കെ പറഞ്ഞാൽ അതെന്താ ഭഗവാന്റെ നഖല്ലേ? അങ്ങനെയല്ല, നഖം വെച്ചാൽ ഭഗവാനാണ്, പൂർണ്ണതയാണ്. അപ്പോൾ അതുകൊണ്ട് സത്യം ഏത് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും അതിൻ്റെ പൂർണ്ണതയ്ക്ക് മാറ്റം വരില്ല. അതുകൊണ്ടാണ് കൃഷ്ണാവതാരത്തിൽ മാത്രം സത്യമേ സത്യമേ എന്ന് പറഞ്ഞ ഗർഭത്തിൽ സ്തുതിച്ചത്. കാരണം അത് പൂർണ്ണമാണ്. ഈ ബ്രഹ്മാദികളൊക്കെ വന്നിട്ട് ആ ഗർഭത്തിൻ്റെ അകത്ത് പ്രവേശിച്ചിട്ട് ദേവകളുടെ ഗർഭത്തിലിരിക്കുന്ന ഭഗവാന്റെ വരവിനെ കൃഷ്ണ അവിടുന്ന് ജനിക്കാൻ പോണല്ലോ എന്നൊന്നുമല്ല സ്തുതിച്ചത്, സത്യമേ നീ ആവിർഭവിക്കാൻ പോണല്ലോ എന്ന്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലും സകല ലോകങ്ങളിലും എല്ലാ അവസ്ഥകളിലും എല്ലാത്തരം ഭാവങ്ങളിലും സത്യമായിട്ട് എന്താണോ ഇരിക്കുന്നത് അതാണ് ജനിക്കാൻ പോണതെന്ന് പറഞ്ഞ് സ്തുതിച്ചതിൻ്റെ കാരണമാണ്.
അതുകൊണ്ട് സഗുണം എന്നത് ബ്രഹ്മത്തിൻ്റെ ഒരു കുറഞ്ഞ രണ്ടാംകട രൂപമൊന്നുമല്ല. നിർഗുണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മയല്ല. ഇത് രണ്ടും സത്യത്തിലേക്കുള്ള രണ്ട് വാതിൽ മാത്രമാണ്. ഒന്ന് ഈ വഴി കൂടെ, ഒന്ന് ആ വഴി കൂടെ, അത്രേ പറയുള്ളൂ. രൂപമില്ലാത്ത സത്യം നമ്മളുടെ അടുത്ത് സ്നേഹത്തോടു കൂടി കരുണയോട് കൂടിയിട്ട് നമ്മളോട് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ് സഗുണം. രൂപമില്ലാത്ത നിർഗുണമായിട്ടുള്ള വസ്തുവിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിനുപയോഗിക്കുന്ന ഭാഷയാണ് സഗുണം. അത്രേ ഉള്ളൂ. നമ്മൾ പറയില്ല അവൻ്റെ ഭാഷ കേട്ടറിയാം അവൻ്റെ കൾച്ചർ എന്താണെന്ന്. അത് മനുഷ്യൻ്റെ കാര്യത്തിൽ ഈശ്വരൻ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്താണോ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും വരിക. അത് മനസ്സിലാക്കിയാൽ മതി. ഭക്തി എന്നത് ദ്വൈതമല്ല. പല ആൾക്കാരും ഭക്തി എന്നത് ദ്വൈതമാണെന്ന് വിചാരിക്കും. അത് വാസ്തവത്തിൽ ഒരു പ്രോസസ്സ് മാത്രമാണെന്ന് വേദസ്തുതി പറഞ്ഞു. അഹങ്കാരം എങ്ങനെയാണോ അറിവിൽ അലിഞ്ഞു ചേരുന്നത് ആ പ്രക്രിയയാണ് ഭക്തി. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കുക, നമുക്കൊക്കെ ഉള്ളത് ഭക്തിയാണോ അല്ലയോ? അഹങ്കാരം അറിവിൽ അലിഞ്ഞു ചേരുക. എന്താ അറിവ്? തത്വമസി എന്നുള്ള അറിവ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അറിവ്. ആ അറിവിലേക്ക് അഹങ്കാരം അലിഞ്ഞു ചേരുമ്പോൾ ദേഹബോധം പൂർണ്ണമായിട്ടും പോകുന്ന അവസ്ഥയാണ് ശരിക്ക്. അതുകൊണ്ടാണ് പൂന്താനം ആ വരിയിൽ പെട്ടെന്ന് കേട്ട സിമ്പിൾ വരി അതൊന്ന് നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കണം എന്ന് എഴുതാൻ കാരണം ഈ നാണം എന്താ? ദേഹബോധം. ആ ദേഹബോധം വീഴുന്ന സമയത്തുള്ള സ്തുതി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അറിവിൻ്റെ പാരമ്യതയിലും ഭക്തിയുടെ പാരമ്യതയിലും അവസാനം ആ സ്തുതി മൗനമായിട്ട് പോകും. അതൊരു സ്ലോ മോഷനോ, നമ്മൾ സിനിമാക്കാർ പറഞ്ഞ വാക്ക് സ്ലോ മോഷനായിട്ട് മാറും. ശബ്ദമില്ല, മൗനം മാത്രമായിട്ട് മാറും. ഭക്തി എന്നത് ദ്വൈതല്ല, അഹങ്കാരം അറിവിൽ ചേരണം. അത് വേദസ്തുതി പറയും. അനപരിലഷന്തതി കേചിത് അപവർഗമപി ഈശ്വരതേ 21-ാമത്തെ ശ്ലോകത്തിൽ വരുന്നു. ചിലർ ഭക്തര് മോക്ഷം പോലും ആഗ്രഹിക്കണില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇത് വെറൊരു വൈകാരികമായിട്ട് എനിക്ക് ഭഗവാൻ മാത്രം മതി, എനിക്കിതൊന്നും വേണ്ട എന്നല്ല പറഞ്ഞത്. അയാൾക്ക് എനിക്ക് എന്ന് ചോദിക്കാൻ, മോക്ഷം പോലും ചോദിക്കാനുള്ള ഞാനുള്ള വ്യക്തിത്വം ഇല്ല, അതുപോലും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളൊക്കെ പലരും പുറമെ കാണിക്കാൻ വേണ്ടി പറയുമോ എനിക്ക് മോക്ഷം പോലും വേണ്ട, എനിക്ക് ഭഗവാൻ മതി. അവിടെ അപ്പോഴും ഞാനുണ്ട്, ഇവിടെ ഞാനേ ഇല്ല. അതുകൊണ്ട് അയാൾക്ക് ചോദിക്കാൻ, അയാൾക്ക് വേണ്ട, ആ വ്യക്തിക്കത് ആവശ്യം വരുന്നില്ല. എനിക്ക് മോക്ഷം വേണം എന്ന ആഗ്രഹം വരുന്നത് ഞാൻ ബന്ധനത്തിലാണെന്ന് കരുതുന്ന ഒരാൾക്കല്ലേ വേണ്ടൂ, അല്ലേ? അങ്ങനെ ഒരാൾക്കല്ലേ എനിക്ക് മോക്ഷം വേണം, ഞാൻ എന്തെന്നോ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കല്ലേ മോക്ഷം വേണമെന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലാവുന്നില്ലേ? അറിവില്ലായ്മ നീങ്ങുന്ന നിമിഷം അങ്ങനെ ഒരു ബന്ധനത്തിലല്ല ഞാൻ. ഈ ശരീരം ഒരു ബന്ധനമേ അല്ല, ഇത് എപ്പോൾ വേണമെങ്കിൽ പോകാവുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ ആ അറിവില്ലായ്മ നീങ്ങണ സമയത്ത് നമ്മുടെ സകല തെരച്ചിലും അവസാനിക്കുക. എല്ലാ പടപടച്ചിലും 100,000 അമ്പലത്തിൽ പോക്കും, വൃന്ദാവനത്തിൽ പോക്കും, ദ്വാരകയിൽ പോക്കും, സാഗരത അവസാനിച്ച് ഒരു സ്ഥലത്തും ഉണ്ടാകുന്നത്. ഒരൊറ്റ സ്ഥലത്ത് അങ്ങോട്ട് വന്നിരിക്കും. ഭട്ടതിരി അലഞ്ഞ് കിടന്നു. സാക്ഷാത്കാരം കിട്ടിയിട്ട് പോലും അലഞ്ഞു. 28 വയസ്സിൽ സാക്ഷാത്കാരം കിട്ടിയാളാ. സാധാരണഗതിയാണ് അതോടെ അവസാനിപ്പിച്ചു പോകേണ്ടതാണ്. ധ്രുവന്റെ ഭാര്യ കിട്ടിയിട്ട് മടിയിലിരിക്കാൻ ബാക്കിയുണ്ടായിട്ടും ഭഗവാനെ കിട്ടിയില്ല. അലഞ്ഞ് നടന്ന് അവസാനം മുക്കോല വെച്ചിട്ട് ആള് പോകണം. അത്രയും വർഷം അലഞ്ഞു. കാരണം മനസ്സടങ്ങിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ ഈ ഞാൻ ബന്ധനത്തിലാണ് എന്ന് ചിന്തിക്കണോണ്ടാണ് മോക്ഷം വേണം തോന്നുന്നത്. അറിവില്ലായ്മ അവിടെ മാറിക്കഴിഞ്ഞാൽ തെരച്ചിൽ അവസാനിച്ചു. അപ്പോൾ അവശേഷിക്കുന്ന എന്തുണ്ട്? അത് സ്നേഹം പോലെ തോന്നും. പക്ഷെ അത് അപ്പോഴും പൂർണ്ണതയല്ല. നീ വേറെ ഞാൻ വേറെ എന്ന് ആ ഒരു ചെറിയൊരു സംഭവം അവിടെ കിടക്കും. അതും പൊട്ടണം. ഉദ്ധവൻ ആ ട്രാൻസിഷനിലാണ് കിടക്കുന്നത്. ഉദ്ധവന് ഭഗവാനെ എന്നെ ഉപേക്ഷിച്ച് പോരുതെന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നിൽ നിന്ന് അന്യനായ എന്തോ ആണെന്നുള്ളതുകൊണ്ടാണ് ഉദ്ധവൻ ആ പേടി വന്നത്. അത് ഭഗവാൻ പൊളിച്ചു കൊടുത്തു. അതാണ് അതിൻ്റെ ക്രീം. നോക്കൂ, ഭീഷ്മസ്തുതി പോലുള്ള ഒന്നിന്ന് തുടങ്ങിയിട്ടാണ് ഭാഗവതം ഭഗവാനിലെത്തി നിൽക്കുന്നത്. ഭഗവാന്റെ ഉപദേശത്തിൽ എത്ര പേരുടെ ഉപദേശങ്ങൾ വഴി നമ്മളെ ഓരോ ക്ലാസ്സിൽ 1-ാം ക്ലാസ്സിലിരുത്തി, 2-ാം ക്ലാസ്സിലിരുത്തി, 3-ാം ക്ലാസ്സിലിരുത്തി, ഇങ്ങനെ ഉയർത്തി അവസാനം PhD വന്നിട്ടാണ് വിടർന്നത്, ഡോക്ടറേറ്റ് വന്നിട്ടാണ് വിടർന്നത്. ഭാഗവതം എടുക്കുമ്പോൾ നമ്മൾ LKG പോലും ചേർന്നിട്ടില്ല. പക്ഷെ അവസാനിക്കുമ്പോൾ നമ്മൾ ഡോക്ടറേറ്റ് എടുത്തിട്ടാണ് പുറത്തേക്ക് വരിക. എന്നിട്ട് ആ ഡോക്ടറേറ്റ് കിട്ടിയിട്ട് ഞാൻ LKG-ക്കാരൻ്റെ അറിവ് പോലും എനിക്ക് ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ള എളിമയാക്കിയിട്ട് വിടും. അങ്ങനെ ആക്കിയിട്ട് അത് നമ്മളെ പറഞ്ഞേക്കും. അതുകൊണ്ട് നീ വേറെ ഞാൻ വേറെ എന്നുള്ള ദൂരം ഇല്ലാണ്ട് ആവുന്ന സമയത്ത് ഈ ഭക്തൻ അദ്വൈതത്തിൻ്റെ പൂർണ്ണത. അവിടെയാണ് അദ്വൈതവും ഭക്തിയും വന്നിട്ട് ഒന്നായിട്ട് മാറുന്നത്. 5-ാമത്തെ മോക്ഷം ഒരവസ്ഥയല്ല, അത് തെറ്റായിട്ടുള്ള എന്തൊക്കെ തിരിച്ചറിയലുണ്ടോ അതിൻ്റെ അവസാനമാണ്.
അദ്വൈതം പറഞ്ഞു മോക്ഷം എന്ന് പറഞ്ഞാൽ അറിവാണെന്ന് പറഞ്ഞു, ഭക്തി പറഞ്ഞു മോക്ഷം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ കൃപയാണെന്ന് പറഞ്ഞു. വേദസ്തുതി പറയാണ് ഇത് രണ്ടും ഒന്നാണ്, തമ്മിൽ തല്ലണ്ട. തപ്രഭോന പതന്തി കൃതാന്തമുഖേ എന്നൊരു വരിയുണ്ട് 18ാമത്തെ ശ്ലോകത്തിൽ. അതേമാതിരി അഭയം ധ്യായേത് അജസ്രം ഹരിം 50ാമത്തെ ശ്ലോകത്തിലും വരുന്നുണ്ട്. പറഞ്ഞ ആ സത്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയത്തിലേക്കോ മരണത്തിലേക്കോ ഒന്നും അടങ്ങണ്ട. അറിവ് തെറ്റുകളെ മാറ്റും, ഭയമില്ലാണ്ടാക്കും. കൃപ, ഭഗവാന്റെ കൃപ നമ്മുടെ സകല തടസ്സങ്ങളെയും മാറ്റും, ഭയമില്ലാണ്ടാവും. എൻഡ് ഓഫ് ദി ഡേ നേരത്തെ മൗനം ആണ് അവസാനിക്കണമെന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് നിങ്ങൾ അറിവിൻ്റെ വഴി പോയാൽ തെറ്റുകളെ അത് തിരിച്ചറിയിപ്പിച്ച് തരും. അതുകൊണ്ട് ഭയമില്ലാണ്ടാവും. നമ്മൾ തെറ്റ് ചെയ്തിൽ പിന്നെ ഭയക്കണ്ട. ഭഗവാനെ ഭക്തിയോടെ സേവിച്ചാൽ, ഭഗവാന്റെ ഗ്രേസ് കൃപയുണ്ടായാൽ നമുക്ക് വരുന്ന തടസ്സങ്ങളില്ലാണ്ടാവും. കാരണം മനസ്സിനെ പിന്നെ പിടിച്ചു നിർത്തുന്ന അഹങ്കാരത്തിൻ്റെതായിട്ടുള്ള ഒന്നുമില്ല. അതോടെ അപ്പോഴും ഭയമില്ലാണ്ടാവും. അപ്പോൾ ആത്യന്തികമായിട്ട് എന്തുണ്ടാവും? ഭയമില്ലാണ്ടാവും. അതുകൊണ്ട് മോക്ഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ഭയപ്പെടാൻ കഴിയാത്ത അവസ്ഥ. ഇതാണ് വേദസ്തുതി തരണ നിർവചനം. ഇവിടെ തർക്കങ്ങളില്ല. എല്ലാവരും വേദങ്ങളിലൊപ്പം ആ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കണം. അതുകൊണ്ട് പരമമായിട്ടുള്ള സത്യം ഗുണങ്ങൾക്ക് അതീതാണ്. എന്നാൽ എല്ലാ ഗുണങ്ങളും പ്രകാശിക്കണത് ആ വസ്തു എന്നാണ്. ഭാഷ അവിടെ തോറ്റുപോണു, സ്നേഹം ബാക്കിയാവണു, മൗനം അറിവിനെയും ഭക്തിയെയും പൂർണ്ണമാക്കണു എന്ന് പറഞ്ഞുകൊണ്ട് ആ മള്ളിയൂർ തിരുമേനിയുടെ ഉപാസന കൊണ്ട് പ്രഭാപൂരിതമായിട്ടുള്ള ഈ മണ്ണിൽ ആ മള്ളിയൂർ ഗണപതി ഭഗവാന്റെ തൃപാദങ്ങളിൽ പൊന്നു ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ടും എല്ലാ ആചാര്യശ്രേഷ്ഠന്മാരെയും സാക്ഷിയാക്കിയിട്ടും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ ചെറിയ പ്രഭാഷണത്തിന് ദക്ഷിണയായിട്ട് വെച്ച് നമസ്കരിക്കണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സന്തോഷിക്കണേ, ഭഗവാനെ ഗണപതി ഭഗവാനെ അനുഗ്രഹിക്കണേ.